നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ മള്ളിയൂർ ഗണേശ്വര. കഴിഞ്ഞ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ ഗണപതിയുടെ കവചം പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയത്. അത് തുടർന്നുള്ള പാരായണത്തിൽ ആദ്യം തന്നെ ആചാര്യൻ വായിക്കുകയും ചെയ്തു. ആ കവചത്തെ ചൊല്ലുന്നതിൻ്റെ ഫലശ്രുതിയൊക്കെ നമ്മൾ കേട്ടു. അതിനുശേഷം ഭഗവാന്റെ ഓരോ കാലത്തുമുള്ള അനവധി ആ പ്രായം, അദ്ദേഹം ശ്രീപാർവതിയുടെ പുത്രനായിട്ട് വളരുന്ന സമയത്ത് അദ്ദേഹം വധിച്ച അസുരന്മാരുടെ കഥകളാണ് പിന്നീട് വരുന്നത്. അതൊക്കെ നമുക്കൊന്ന് ചുരുക്കി കേൾക്കാം. അനവധി അസുരന്മാരെ ഭഗവാൻ കൊല്ലുന്നുണ്ട്. അത് മുഴുവൻ നമ്മൾ വിസ്തരിച്ച് കഴിഞ്ഞാൽ ഒരു 20 ദിവസം നമുക്ക് ഗണേശപുരാണം ഇവിടെ ഇരുന്നിട്ട് പറയേണ്ടി വരും. അപ്പോൾ അത് ഓരോന്നും വളരെ വിസ്തരിച്ചിട്ടാണ്. കാരണം ഈ ക്രീഡാഖണ്ഡത്തിലുള്ള അധ്യായങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ബാലലീലകൾ ഇങ്ങനെ വിസ്തരിക്കുന്നത് കൊണ്ട് വളരെ ദൈർഘ്യമേറിയതാണ്. മരീചി മഹർഷിയാണല്ലോ ഈ കവചം കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മടിയിൽ പിടിച്ചിരുത്തിയിട്ടാണ് ഭഗവാൻ ആ കവചം കൊടുപ്പിച്ചത് ശ്രീപാർവതി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് കുട്ടിയെടുത്തിട്ട് അമ്മ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. മഹർഷി മഹാദേവനെ പോയി കണ്ട് നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹവും തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം അമ്മ പാർവതി ഗൗതമാദികളായിട്ടുള്ള മഹർഷിമാരെയൊക്കെ വിളിച്ചിട്ട് ഭഗവാനുള്ള മറ്റ് സംസ്കാരങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. ഗൃച്ഛമതൻ എന്ന് പറയുന്ന മഹർഷി ഭൂമിയിൽ രത്നങ്ങൾ സ്ഥാപിച്ചിട്ട് പുണ്യാഹവാചനം നടത്തി ഭഗവാനെ ആശീർവദിച്ചു. മഹർഷിമാരുടെ പത്നിമാരൊക്കെ അമ്മയെ ആരാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ ഗൗരി വിനായക പൂജ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഗിരിജയെക്കാളും ധന്യയായിട്ട് ലോകത്ത് വേറൊരു അമ്മയില്ല എന്ന് പറഞ്ഞു. അവരുടെ ഇത്രയ്ക്ക് ലക്ഷണങ്ങൾ തികഞ്ഞ് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പുത്രനെ ലോകത്തിൽ ഒരു മാതാവിനും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ സ്ത്രീകളൊക്കെ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യോമാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ മായാപ്രയോഗം കൊണ്ട് കൊടുങ്കാറ്റിന് പോലും ഇളക്കാൻ പറ്റാത്ത ഒരു മാവ് ആ വീടിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ ആശ്രമത്തിൻ്റെ ആ മാവിൽ പ്രവേശിച്ചു. എന്നിട്ട് ആ വൃക്ഷത്തിനെ ആട്ടാൻ തുടങ്ങി. ആ വൃക്ഷം വേര് ഇങ്ങനെ ആടണം. നമ്മളൊരു തറച്ച് ഭൂമിയിൽ ഇറക്കി തറച്ച് വെച്ചിരിക്കണം. എന്നിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കടപുഴകിയിട്ട് പുറത്തേക്ക് വരും. അതുപോലെ ആ മാവിനെ, ആ കൂറ്റൻ മാവിനെ ആട്ടാൻ തുടങ്ങി. അങ്ങനെ ആട്ടി അതങ്ങനെ അവസാനം അത് വീഴുന്ന ആദ്യം അതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ പട്ടാന്നൊക്കെ പറഞ്ഞ് പൊട്ടാൻ തുടങ്ങി. ബാധ കൂടിയ ഒരു മരം, ചുറ്റുമൊന്നും ഒട്ടും കാറ്റോ ഒന്നുമില്ല. ഈ മരം മാത്രം നിന്നിട്ട് വിറച്ച് ആടാൻ തുടങ്ങി. സ്ത്രീകളും കുട്ടികളൊക്കെ വൃക്ഷത്തിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടി വീണും പോയി. ഈ സമയത്ത് കൃത്യം ആ കുട്ടിയുടെ മേലേക്ക് ഈ മാവ് മറിഞ്ഞങ്ങോട്ട് വീണമെന്നാണ് പറയുന്നത്. ബാലൻ തൻ്റെ കൈകൊണ്ട് അതിനെ തടഞ്ഞു. ആ വൃക്ഷം ശാഖകളൊക്കെ നൂറായിട്ട് തകർന്ന് പല ഭാഗത്തായിട്ട് പതിച്ചു. പാറപ്പുറത്ത് ഒരു അടയ്ക്കാമരം മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പൊളിഞ്ഞു പോകും. അതുപോലെ ഭഗവാന്റെ മേലേക്ക് വീണ ആ വലിയ വൃക്ഷം നാമാവശേഷമായി പോയി എന്നാണ് പറയണത്. പക്ഷേ അതിൻ്റെ ചില്ലകളൊക്കെ വീണിട്ട് കുറേയേറെ ആശ്രമങ്ങളുടെ മേൽക്കൂരകളൊക്കെ തകർന്നു. ചില്ലകളൊക്കെ കുറേ എണ്ണം തെറിച്ചിട്ട് ഓടിപ്പോകുന്നവരുടെ മേലേക്കും വീണു. എന്താണെങ്കിലും വ്യോമാസുരൻ പ്രാണൻ നഷ്ടപ്പെട്ട് ഭൂമിയിൽ പതിച്ചു. 5 മാസത്തെ പ്രായമുള്ള ആ കുട്ടിയുടെ പരാക്രമം കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മരീചി മഹർഷി കുറച്ച് നേരം മുൻപാണ് പറഞ്ഞത് ഇവൻ മഹാപരാക്രമിയായിരിക്കുന്നു. അത് അമ്മ ശ്രീപാർവതി ഓർത്തു. അത് കഴിഞ്ഞിട്ട് വ്യോമാസുരൻ്റെ സഹോദരിയായിട്ടുള്ള ഒരു രാക്ഷസിയുണ്ട്. സന്ധ്യാനേരത്ത് ജനിച്ചിട്ടുള്ള അവൾ 100 കണക്കിന് പോത്തുകളെ കൊന്നിട്ട് ദിവസവും ഭക്ഷിക്കുമായിരുന്നു. ആ രാക്ഷസി, അവളുടെ പേര് ശതമാഹിഷ എന്നാണ് അവളുടെ പേര്. ആ ശതമാഹിഷ എന്ന് പേരുള്ള അവൾ തൻ്റെ സഹോദരനെ കൊന്ന ബാലനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിസുന്ദരിയായിട്ട് 16 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയായിട്ട്, ഞാൻ ഇന്ദ്രൻ്റെ പത്നിയാണ്, ഇപ്പോൾ ഇന്ദ്രൻ സ്വർഗത്തിലില്ലാത്തത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ മായ കൊണ്ട് ശ്രീപാർവതിയെ മയക്കി മെല്ലെ ഈ കുട്ടിയെ ഏറ്റെടുത്തു. എന്നിട്ട് ഉമ്മ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അവൾ രാക്ഷസിയാണെന്ന് അറിയണതുകൊണ്ട് ഭഗവാൻ ആഞ്ഞ അവളുടെ മുഖത്തടിച്ചു. അപ്പോൾ ദേവിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിന്നെ എടുക്കാൻ വരണ ആൾക്കാരോട് ഇങ്ങനെയാണോ പെരുമാറുക? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഭഗവാൻ അതൊന്നും കേട്ടില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എത്ര തടഞ്ഞിട്ടും ആ കുട്ടി ആ രാക്ഷസിയുടെ പിടിയിൽ നിന്ന് വിടിവിക്കാൻ പരമാവധി ശ്രമിച്ച് അവസാനം അവളെ ചവിട്ടി തള്ളിയിട്ട് അവളുടെ മേലേക്ക് കളിക്കുമ്പോൾ എടുത്ത് ചാടുന്ന പോലെ എടുത്ത് ചാടി അവളെ കൊന്നു.
കൊന്നു കഴിഞ്ഞപ്പോഴാണ് അവളുടെ ശവശരീരം കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് ശ്രീപാർവതിക്ക് മനസ്സിലായത് അത് രാക്ഷസിയാണെന്ന്. ശിവൻ്റെ ഭൂതഗണങ്ങൾ വന്നിട്ട് ആ രാക്ഷസിയുടെ ശവശരീരത്തെ എടുത്തിട്ട് ദൂരെ കൊണ്ടുപോയിട്ട് സംസ്കരിച്ചു. അങ്ങനെ 7ാമത്തെ മാസമായപ്പോൾ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കണ സമയത്ത് കമഠാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ അവിടെ വന്നിട്ട് തൻ്റെ ശരീരം കൊണ്ട് ആ ആശ്രമത്തിൻ്റെ മുറ്റം മുഴുവൻ മറച്ചു കിടന്നു ഒരു ആമയുടെ രൂപത്തിൽ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആമ അവിടെ കിടക്കേണ്ടത് പോലെ ഒരു മുറ്റത്തിൻ്റെ അത്രയും വലിപ്പം. നമ്മൾ ഇരുട്ടത്ത് അറിയില്ല ഇതവിടെ കിടക്കുന്നുണ്ടെന്ന്. ചിലർ അതിൽ നടന്നു പോകുമ്പോൾ അവൻ്റെ മേലെ തട്ടി വീണു, ചിലർ ഇതൊന്നും അറിയാണ്ട് വെള്ളം കോരി ഒഴിച്ചു, ഇങ്ങനെ ചിലർ ചൂലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വശമൊക്കെ അടിച്ചു വാരി. അത് മിറ്റാണെന്ന് മനസ്സിലായില്ല, അത് ആമയാണെന്ന് ആർക്കും മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ശ്രീപാർവതി കുട്ടിയെ വരാന്തയെ കടത്തിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തോഴിമാരുടെ അടുത്ത് കുട്ടിയെ നോക്കാൻ പറഞ്ഞിട്ട് മഹാദേവൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ആ കമഠാസുരൻ തൻ്റെ മുതുകൊന്ന് കുലുക്കിയപ്പോൾ മുറ്റത്ത് നിന്നവരൊക്കെ വിചാരിച്ചു ഭൂമി കുലുക്കണമെന്ന്. അവരൊക്കെ പല വഴിക്ക് ഓടി. ആ സമയത്ത് ഈ കുട്ടി ഒന്ന് തിരിഞ്ഞു കിടന്നു എന്നാ പറഞ്ഞത്. തിരിഞ്ഞു കിടന്നപ്പോൾ ആ തിട്ടുന്ന അങ്ങനെ ഉരുണ്ടിട്ടത് വീണു. വീണത് ഈ ആമയുടെ മുതുകത്തേക്കാണ് വീണ്. ആ ആമയുടെ മുതുകത്തേക്ക് അങ്ങോട്ട് വീണ് കഴിഞ്ഞപ്പോൾ അവൻ വയറിൻ്റെ വലിപ്പം അകത്ത് ഭാരം വർദ്ധിപ്പിച്ച് വലിപ്പം കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ കമഠാസുരൻ ഭഗവാന്റെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ഞെരുങ്ങി അവനും മരണവെപ്രാളത്തിൽ പലതുമൊക്കെ കാട്ടിക്കൂട്ടി അവിടെയുള്ള ആശ്രമവൃക്ഷങ്ങളൊക്കെ തകർത്ത് അവസാനം ജീവൻ പോയി മരിച്ചു. അങ്ങനെ അവൻ്റെ ജഡു അവിടെ കാണാറായി. ദേവി തിരിച്ചു വന്നപ്പോൾ ഈ അവസ്ഥയിലാണ് കണ്ട് ഭൂതഗണങ്ങളെ അവൻ്റെ ശവശരീരത്തിനെയും പല കഷ്ണങ്ങളാക്കിയിട്ട് സംസ്കരിച്ചു. ഭഗവാൻ 8 മാസം പ്രായമായപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് വല്ലാത്ത ചൂട്. അപ്പോൾ കുട്ടിയെടുത്തിട്ട് അമ്മ ധാരാളം വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഉദ്യാനത്തിലേക്ക് പോയി. നല്ല തണുപ്പാണ് അവിടെ ധാരാളം അശോകം, ചന്ദനം, പ്ലാവ്, മാവ്, താന്നിമരം, അതുപോലെ തന്നെ ധാരാളം പുഷ്പിക്കണ ചെടികൾ, മാലതി, ചെമ്പകം, ജാതി, ഇതിങ്ങനത്തെയൊക്കെ ചെടികളുള്ള സ്ഥലമായിരുന്നു. മാത്രമല്ല അവിടെ ഒരു പാരിജാത വൃക്ഷവും ഉണ്ടായിരുന്നു. അപ്പോൾ തോഴിമാരെന്ത് ചെയ്തു, വീട്ടിൻ്റെ ഉള്ളിൽ കിടന്ന ഒരു ചൂടിക്കട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു മരത്തിൻ്റെ താഴെ ഇട്ട് കൊടുത്തു. അമ്മയും മകനും കൂടെ അവിടെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിശക്തനായിട്ടുള്ള ഒരു അസുരൻ, അവൻ്റെ പേര് തൽപ്പാസുരൻ എന്നാണ്. ആ തൽപ്പം കട്ടിൽ, മഞ്ചകാസുരൻ എന്നും പറയും. അങ്ങനെയുള്ള തൽപ്പാസുരൻ എന്ന് പേരുള്ള ഒരു ദുഷ്ടൻ വായുവിൻ്റെ രൂപത്തിൽ വന്നിട്ട് കട്ടിലോട് കൂടിയിട്ട് ശ്രീപാർവതിയും അവനെയും ഒക്കെ ആകാശത്തേക്ക് കൊണ്ടുപോയി. ഭഗവാൻ അമ്മയെ താഴെ വീണു പോകാതെ മുറുക്കി പിടിച്ചു എന്നാണ് പറയുന്നത്. ദേവി നിലവിളി പെട്ടെന്ന് ഉണർന്ന് ദേവി ഭയന്നു പോയി. ആ സമയത്ത് ഭഗവാൻ ഈ വ്യോമാസുരനെ കാലുകൊണ്ട് ചവിട്ടി അവനെ ഭൂമിയിൽ പതിപ്പിച്ച് മറ്റൊരു കൈകൊണ്ട് അമ്മയും പിടിച്ചിട്ട് അപകടമില്ലാതെ ഭൂമണ്ഡലത്തിലെത്തി. എന്നിട്ട് അവൻ്റെ തലയും തല്ലി തകർത്ത് അവനെ വധിച്ചു. ഇങ്ങനെയുള്ള ഈ പരാക്രമം ഭഗവാൻ ചെയ്യണത് 8ാമത്തെ മാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 9ാമത്തെ മാസം കടന്ന് 10ാമത്തെ മാസത്തിലേക്ക് കയറിയപ്പോൾ ഭഗവാൻ മെല്ലെ അവ്യക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, പിച്ച് നടക്കാനും തുടങ്ങി. ശിശുക്കളെപ്പോലെ ഭഗവാൻ പെരുമാറണത് കണ്ടിട്ട് ശ്രീപാർവതി വളരെയധികം സന്തോഷിച്ചു. ആ കാലത്ത് അജഗരൻ എന്നു പേരുള്ള ഒരു പെരുമ്പാമ്പിനെ വിളിക്കുന്ന പേരാണ് അജഗരൻ. നമ്മൾ സന്യാസത്തിൽ അജഗരവൃത്തി എന്നൊക്കെ പറയും. അതെന്താ വെച്ചാൽ പെരുമ്പാമ്പ് ഒരു സ്ഥലത്തും ഭക്ഷണം അന്വേഷിച്ച് പോവില്ല. എന്ത് കിട്ടണോ അതിൻ്റെ മുന്നിൽ വന്ന് പെടുന്നതേ അത് കഴിക്കുള്ളൂ. അതുപോലെ ജീവിക്കുന്നതിനാണ് അജഗരവൃത്തി എന്ന് പറയുക. അത് സന്യാസിമാർ ചിലർ ചെയ്യുന്നതാണ്, അവധൂതന്മാർ. അവരുടെ മുന്നിൽ വന്ന് പെടുന്നത് കിട്ടിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ എത്രയോ ദിവസം ഭക്ഷണം കിട്ടാണ്ടിരിക്കും. ദത്താത്രേയൻ അങ്ങനെയായിരുന്നു. അത് 24 ഗുരുക്കന്മാരുടെ കഥയിലൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഈ അജഗരൻ, ഈ പെരുമ്പാമ്പിന് കണ്ണിന്ന് തീവാറുന്ന വളരെ ദീർഘമായിട്ടുള്ള ശരീരമുള്ള നീട്ടിയ നാക്കുള്ള അവനെ കണ്ടാൽ ഒരു വലിയ പർവ്വതനിര കിടക്കണ പോലെയാണ് തോന്നുക. അവൻ ഒരു മരത്തിൽ നിന്ന് തൻ്റെ നാക്ക് നീട്ടി ഇളക്കിക്കൊണ്ട് കുട്ടി വരുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ പിച്ച വെച്ച് നടക്കണ കാല കുട്ടി അടുത്തെത്തിയപ്പോൾ ആ കുട്ടിയെ വാഴയുടെ ഉള്ളിലാക്കി. ശ്രീപാർവതി നോക്കിയപ്പോൾ ഉണ്ണിയെ കാണാനില്ല. ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന അവൻ അവിടെ പോയി എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് ചുറ്റും നോക്കിയ സമയത്ത് പാമ്പിൻ്റെ രൂപത്തിലുള്ള അസുരൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് തൻ്റെ ശരീരത്തെ ഭഗവാൻ വളർത്തി. അസുരൻ്റെ വായിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ ചോര വരാൻ തുടങ്ങി, വേദന കാരണം. ബാലൻ ആ സമയത്ത് അവൻ്റെ കടുകട്ടിയുള്ള വയറിൻ്റെ ഭിത്തി വളർന്നിട്ട് പുറത്തു വന്നു. അങ്ങനെ അജഗരൻ എന്നുള്ള അസുരനും വധിച്ചു. കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് ശ്രീപാർവതി കുളിപ്പിച്ച് ശുദ്ധാക്കി ഭക്ഷണം കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഉറക്കി. ഭഗവാന് 11 മാസം പ്രായമായപ്പോൾ ഒരു ദിവസം ദേവി വാതിൽക്കൽ നിന്നിട്ട് അവൻ്റെ കളികൾ കാണുമായിരുന്നു. ചില സമയത്ത് ചിലരുടെ പിന്നിൽ പോയിട്ട് ഇങ്ങനെ കണ്ണു പൊത്തും ഭഗവാൻ. വേറൊരു സ്ത്രീയുടെ മേലെ കയറി
അവരുടെ മുടി പിടിച്ച് വലിക്കും, വേറെ ചില കുട്ടികളുടെ മുടി പിടിച്ച് വലിക്കുക, കൂട്ടിക്കെട്ടുക, ഇങ്ങനെ പല വിധത്തിലുള്ള വികൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ചിത്രശലഭത്തിൻ്റെ ബട്ടർഫ്ലൈയുടെ രൂപത്തിൽ ഒരു അസുരൻ വന്നു, ശലഭാസുരൻ എന്ന് പറഞ്ഞിട്ട്. അവൻ ഭഗവാനെ ആകർഷിച്ചിട്ട് ദൂരേക്ക് കൊണ്ടുപോയി. അവൻ കുട്ടി ആ പൂമ്പാറ്റയെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറകെയും പോയി. അല്ലേ, കുമാരനാശാൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിത പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ഞാൻ കുട്ടികൾ LKG പഠിക്കുമ്പോൾ അച്ഛൻ പഠിപ്പിച്ചതെന്നാണ്, കവിതയല്ല. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിണക്കുണ്ണി ചൊല്ലാം നൽപ്പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, അയ്യോ കൂടെ പോയി കളിപ്പാനമ്മേ വയ്യാ എനിക്ക് പറപ്പാൻ, അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു ഉമ്മ തരാം അമ്മ ചൊന്നാൽ. നല്ല ഈണാണത് കേൾക്കാൻ. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. മനോഹരമായിട്ടുള്ള കവിതയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആശാൻ എഴുതിയത്. മഹാത്മാക്കൾ അവരൊക്കെ കടന്നുപോയി. ഇപ്പോഴത്തെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ്. അപ്പം വലിയൊരു ശലഭത്തിൻ്റെ രൂപത്തിൽ വന്നിട്ടുള്ള അവൻ ആ ശലഭത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓർഡർ കണ്ടപ്പോൾ അമ്മ വിളിച്ചു പറഞ്ഞു, ആ മിണ്ടാപ്രാണിയെ കൊല്ലല്ലേ, അതൊരു സാധു ജീവിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഭഗവാൻ ആ ശലഭത്തിനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഒരു പാറയുടെ മുഖത്ത് വെച്ചിട്ട് ഒറ്റ അടി അടിച്ച് കൊന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു അസുരനായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ഒരുത്തനെയും കൂടെ കൊന്നു. 12 മാസം ആവുന്നു. ആ സമയത്ത് മഹാദേവൻ ഒരു ദിവസം മകനെ കാണാൻ വന്നിരിക്കുന്ന സമയത്ത് ഈ കുട്ടി മുറ്റത്ത് നിന്നിട്ട് സ്വയം താളമിട്ടുകൊണ്ട് നൃത്തം ചെയ്യാൻ കണ്ടപ്പോൾ ഭഗവാനൊരു സന്തോഷം. ഭഗവാൻ ഗണപതിയുടെ ഒപ്പം ചെന്ന് നിന്നിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ പ്രസിദ്ധമായിട്ടൊരു ചിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ മഹാദേവനൊപ്പം നൃത്തം ചെയ്യുന്നത്. ഗണപതി നർത്തന ഗണപതിയുടെ നടരാജമൂർത്തി നൃത്തം വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സകല ഗണങ്ങളും അവിടെ വന്നിട്ട് അവരും നൃത്തം തുടങ്ങിയപ്പോൾ ദേവന്മാർ വന്നിട്ട് അവരും നൃത്തം തുടങ്ങി. അങ്ങനെ മനോഹരമായിട്ടുള്ള നൃത്തം കണ്ടു. ആ ഭഗവാന്റെ അവരുടെ അച്ഛൻ്റെയും മകൻ്റെയും ആ നൃത്തം കണ്ടിട്ട് എല്ലാവരും സന്തോഷിച്ചിട്ട് നിൽക്കുന്ന ആ സമയത്ത് ഭഗവാന്റെ ചെലങ്കയിൽ ഒരു അസുരൻ കടന്നുകൂടി. നൂപുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ആ ചെലങ്കയിൽ കടന്നുകൂടി. ഭഗവാന് മനസ്സിലായി അവൻ തൻ്റെ കാൽപാദത്തിൽ ഇട്ടിരിക്കുന്ന ചെലങ്കയിൽ കടന്നുണ്ടെന്ന്. അവനെ മായാശക്തി കൊണ്ട് ഭഗവാൻ അതിൽ ബന്ധിച്ചു. അവൻ ചെലങ്കയുടെ ഉള്ളിൽ തന്നെ അകപ്പെട്ട അവസ്ഥയായി. ഒരുപാട് നേരം കളിച്ച് ക്ഷീണിച്ചപ്പോൾ ദേവി കുട്ടിയെ പിടിച്ചിട്ട് അവിടുന്ന് നൃത്തമൊക്കെ മതി, അച്ഛനും മകനും കളിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് മടിയിൽ പിടിച്ചിരുത്തി പാല് കൊടുക്കാൻ തോന്നി. പക്ഷേ ആ സമയത്ത് മകൻ്റെ ഭാരം ഇരട്ടിയായിട്ടുള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നി. എങ്ങനെയാണ് കുട്ടിക്ക് ഇത്രയ്ക്ക് ഭാരം വന്നത് എന്ന് അത്ഭുതം. ആ സമയത്ത് ആ കുട്ടി പെട്ടെന്ന് നമ്മുടെ മടിയിലിരുത്തി, കുട്ടികൾ മടിയിലിരുത്തി ഇങ്ങനെ കടകടകടകടാന്ന് കാലുണ്ടാക്കില്ലേ, ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ആക്കും. അങ്ങനെ 2 കാലങ്ങളിട്ട് കുടഞ്ഞു. കാലുകളിട്ട് കുടഞ്ഞപ്പോൾ അസുരൻ ചെലങ്കയെന്ന് പുറത്ത് കടന്നിട്ട് ആകാശത്തിൽ പക്ഷിയെപ്പോലെ പറന്നുയർന്നു. അവൻ്റെ ശക്തി കൊണ്ട് എല്ലായിടത്തും ഇരുട്ടി വ്യാപിക്കുന്നത് അത്ഭുതപ്പെട്ടു അനുഭവമായി. ആകാശത്തേക്ക് തെറിച്ചു പോയ അവൻ താഴെ വന്ന് വീണ് 100 കഷണമായി ചത്ത് വീണപ്പോഴാണ് ആ അസുരനെ എല്ലാവർക്കും മനസ്സിലായത്. അവൻ്റെയും ശവശരീരം, ഭൂതഗണങ്ങൾക്ക് തന്നെ പണി, ശവശരീരം കൊണ്ടുപോകുക, വെട്ടിമുറിക്കുക, സംസ്കരിക്കുക, എല്ലാ മാസവും ഉണ്ടാവും ഓരോരുത്തർ വഴിപാടിന്. അപ്പോൾ ഇങ്ങനെ ശവസംസ്കാരങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. വേറൊരു ദിവസം കുറച്ചുകൂടെ നന്നായിട്ട് നടക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഗുസ്തി പിടിച്ച് കളിക്കുകയായിരുന്നു വേറെ ഋഷിമാരുടെ മക്കളോടൊപ്പം. ആ സമയത്ത് ഈ സിന്ധു എന്ന് പറയുന്ന അസുരൻ്റെ നിയോഗമനുസരിച്ച്, കൽപ്പന അനുസരിച്ചിട്ട് അവിജയൻ എന്നു പേരുള്ള ഒരു അസുരൻ ഈ കുട്ടികളുടെ ഇടയിൽ വന്നിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ ഭഗവാന്റെ കൂടെ കളിക്കാൻ തുടങ്ങി. അവനാണെങ്കിൽ ഭയങ്കര ശക്തിയാണ്, ചതിച്ചു കൊല്ലാൻ അവൻ വളരെ മിടുക്കനുമായിരുന്നു. മനുഷ്യരുടെ പുറത്ത് കയറിയിട്ട് ഞെക്കിക്കൊല്ലുക എന്നുള്ളതായിരുന്നു അവൻ്റെ വിദ്യ. അത് നമ്മുടെ പ്രലംബാസുരനുമായിട്ട് ബന്ധം, ബലരാമൻ വധിക്കുന്ന പ്രലംബൻ്റെ കഥയായിട്ട് സിമിലർ തന്നെയാണ്. അങ്ങനെ പാർവതീപുത്രനെ കൊല്ലാനായിട്ട് അവൻ തരം കിട്ടിയപ്പോൾ ഭഗവാന്റെ മേലെ ചവിട്ടി കയറി നിലത്ത് തള്ളിയിട്ട് ഞെക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. ഭഗവാൻ ഒരു ഞൊടിയുടെ കൊണ്ട് അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയിട്ട് ഇവനെ ഇടങ്കാലിട്ട് തട്ടി നിലത്തിട്ടിട്ട് അവൻ്റെ മേലെ ചാടിക്കയറിയിരുന്ന് അവൻ്റെ മേലെ ഇരുന്നിട്ട് തന്നെ ഭാരം വർദ്ധിപ്പിച്ച് അവനെ ഞെക്കിക്കൊന്നു. ഭാരം കൂട്ടി അവനെയും വധിച്ചു. അങ്ങനെ അവൻ്റെ കഥയും കഴിഞ്ഞു. അങ്ങനെ ഭഗവാന് 2 വയസ്സായി. 2 വയസ്സായപ്പോൾ ഒരു ദിവസം ആ ആശ്രമ പരിസരത്തുള്ള ഒരു പൂന്തോട്ടത്തിൽ കളിക്കുക. അവിടെ കളിക്കുന്ന സമയത്ത് അവിടെ ധാരാളം മാമ്പഴവും ചക്കപ്പഴവും ഈന്തപ്പഴവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പ്ലാവെന്നും ഈന്തപ്പനയെന്നും മാവിലും കയറിയിട്ട് ഇടുക, അതൊക്കെ കഴിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂടാസുരൻ എന്നു പേരുള്ളൊരു മായാവി അവിടെ വന്നു. അവൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവൻ തൊട്ടാൽ മതി കുട്ടികൾ മരിക്കും. അവൻ ഉയർത്തണ കാറ്റുകൊണ്ട് ഇങ്ങനെ അവൻ ചില സമയത്ത് താഴത്തുനിന്ന് ഇങ്ങനെ കാറ്റടിച്ച് മേലേക്ക് ഉയർത്തി ആകാശത്ത് പറക്കണ പക്ഷികൾ വരെ
കരിഞ്ഞ് താഴെ വീഴുമായിരുന്നു. അത്രയ്ക്കും ശക്തിയായിരുന്നു ഈ കൂടൻ. കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പൊയ്കയിലിറങ്ങി കൈക്കുമ്പിളെടുത്ത് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചിട്ട് അവിടെ ഒരു ചത്ത മത്സ്യം കിടക്കുന്നുണ്ടായിരുന്നു. ആ മത്സ്യത്തിനെ എടുത്തിട്ട് കരയ്ക്ക് കയറിയതാണ്, തമാശയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കയറിയപ്പോൾ അവരൊക്കെ മരിച്ചു വീണു. ഈ കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ കിടന്ന് നിലവിളിച്ചു. ഭഗവാന് മനസ്സിലായി ഇത് മായാപ്രയോഗമാണെന്ന്. ഒറ്റ നോട്ടം കൊണ്ട് ആ കുട്ടികളെയൊക്കെ ജീവിപ്പിച്ചിട്ട് തൻ്റെ അതിക്രൂരവും അഗ്നിസമാനവുമായിട്ടുള്ള ഒരേ ഒരു നോട്ടം കൊണ്ട് തന്നെ ആ കൂടാസുരനെ വധിച്ചു കളഞ്ഞു. കുട്ടികളൊക്കെ സന്തുഷ്ടരായിട്ട് കളിച്ച് ചിരിച്ച് വീട്ടിലേക്ക് പോയി എന്നാണ് പറയുന്നത്. 3 വയസ്സ് തികഞ്ഞ സമയത്ത് ഭഗവാൻ ഒരു ദിവസം ശിവൻ്റെയും പാർവതിയും കണ്ണി വെട്ടിച്ചിട്ട് ഉച്ചനേരത്ത് വീട്ടിൻ്റെ പുറത്തേക്ക് കിടന്നു. നമ്മളൊക്കെ അങ്ങനെയാണ്, വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുമ്പോഴാണ് ബാക്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് പിന്നെ ഫോണിൻ്റെ ഉള്ളിൽ നിന്ന് തല പുറത്തെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കഷ്ടമാണ്. ഞാനും എൻ്റെ അനിയനും കൂടെ പൂച്ചയുടെ എല്ല്, തത്തയെ പിടിക്കുക, അങ്ങനത്തെ പല പരിപാടികൾക്കായിട്ട് ഞങ്ങൾ ഒരു മതിലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പോകും. പല വീടുകളിലെ മതിലിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് പാടത്തേക്ക് ഇറങ്ങും. ഒരു മുളങ്കാടുണ്ട്, അവിടെ പോകും. അമ്മൂമ്മ പറയും ഈ 2 അശ്രീകരങ്ങളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞിട്ട് വടിയെടുത്തിട്ട് വരുന്നതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലം പണ്ട് നമുക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജനറേഷനിൽ നമ്മൾ ഈ ഉച്ചനേരമായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെയും പിടിച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഇവർ കുറച്ച് ദൂരെയുള്ളൊരു ഓപ്പൺ ഗ്രൗണ്ട് പോലൊരു സ്ഥലമുണ്ട് ആ കാട്ടിൽ. അവിടെ ചെന്ന് നിന്നിട്ട് 2 സ്ഥലത്ത് കണ്ട് സൈന്യങ്ങളായിട്ട് യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ കളിയാണ്. ആ യുദ്ധം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടം തിരിഞ്ഞ് യുദ്ധം ചെയ്യുക. ആ സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഒരു പൊയ്കയുണ്ടായിരുന്നു, ഒരു തടാകം. കുറേ യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോൾ മടുത്തു. അപ്പോൾ 2 ശത്രുക്കളും ഇപ്പുറത്ത് 2 കൂട്ടരും ഒന്നിച്ച് പോയിട്ട് കുളിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് അടുത്ത് വീണ്ടും യുദ്ധം കളിക്കാം എന്ന് പറഞ്ഞിട്ട് 2 കൂട്ടരും ഒന്നിച്ച് പോയിട്ട് കുളിക്കണ സമയത്ത് അവിടെ ഒരു അസുരൻ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഭഗവാനെ കൊല്ലാൻ വന്നിരുന്നു. അവരുടെ ആ മത്സ്യരൂപിയായിട്ടുള്ള അസുരൻ വെള്ളം കലക്കി ഈ കുട്ടികളെ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് കുട്ടികൾ ആ അപകടത്തിൽപ്പെടാത്ത വിധത്തിൽ ഭഗവാൻ അവരെ രക്ഷിച്ചിട്ട് അവരെ കരക്കി കയറ്റി. ഭഗവാൻ മാത്രം വെള്ളത്തിലായിരുന്നു. ആ ഭഗവാനെ കാലി പിടിച്ച് വെള്ളത്തിൻ്റെ അകത്തേക്ക് വലിച്ചു. ജലത്തിൽ അപ്രത്യക്ഷനായി ഭഗവാൻ. എല്ലാവരും നിലവിളിച്ചു. കുട്ടികൾ ഓടിപ്പോയിട്ട് ശ്രീപാർവതിയോട് പറഞ്ഞു, ഇതാ തടാകത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നുപോയി കുട്ടി എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അകത്തെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മത്സ്യാസുരം പിടിച്ച് വലിച്ചുകൊണ്ട് പോയപ്പോൾ ഭഗവാൻ തൻ്റെ ശരീരത്തിനെ ഒരു മത്സ്യത്തിൻ്റെ രൂപമാക്കി. എന്നിട്ട് ഈ ചെറിയ മത്സ്യമായിട്ടുള്ള അസുരനെ ആ വലിയ മത്സ്യമായിട്ടുള്ള ഭഗവാൻ കടിച്ചങ്ങോട്ട് കൊന്നു. ഇങ്ങനെ വധിച്ച് അവനെ പരലോകം കൊടുത്തു. അവനും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശൈലാസുരൻ എന്നു പേരുള്ള ഒരു പർവ്വതത്തിൻ്റെ രൂപത്തിലുള്ള അസുരൻ ഒരു ദിവസം ശ്രീപാർവതിയോടൊപ്പം വീട്ടിലേക്ക് തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരുന്ന കുട്ടിയെ വഴിയിൽ വെച്ച് തടഞ്ഞു. ഇന്നേ വരെ കാണാത്ത മാർഗത്തിൽ പെട്ടെന്ന് റോഡ് അവസാനിക്കും, ഇത്രയും വലിയൊരു പർവ്വതം നിൽക്കുന്നതും ദേവി ആദ്യമായിട്ടാണ് കണ്ടത്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഈ സമയത്ത് ഭഗവാൻ തൻ്റെ വിരാട് രൂപമെടുത്തിട്ട് ആ അസുരനെയും വധിച്ചു എന്ന് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാം. ഭഗവാന് 4 വയസ്സായി. ആ സമയത്ത് ഒരു ദിവസം ശ്രീപാർവതി കുളിച്ച് ലിംഗാരാധന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടത്തെ കയ്യിൽ മണ്ണ് കൊണ്ടുള്ള ശിവലിംഗം വഹിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, മുലപ്പാൽ വേണം പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, ഞാൻ ഈ പൂജ ഒന്ന് തീർക്കട്ടെ, എന്നിട്ട് നിനക്ക് മുലപ്പാൽ തരാം. അപ്പോൾ ഇടത്തെ കയ്യിൽ വയ്ക്കുക. ശിവലിംഗം എപ്പോഴും ഇടത്തെ കയ്യിൽ വെച്ച് പൂജിക്കണം എന്നാണ്. ചലിക്കുന്ന ലിംഗമാണെങ്കിൽ കയ്യിൽ വെച്ച് പൂജിക്കണം എന്നാണ്. കരത്തിൽ വെച്ച് പൂജിക്കണം. അതിന് മന്ത്രങ്ങളുണ്ട്. വേദത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. നിധനവധ എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രങ്ങൾ. ആ മന്ത്രങ്ങളിൽ പാണിമന്ത്രം പവിത്രം എന്ന് പറഞ്ഞിട്ട് അത് അവസാനിക്കുക. ഇടത്തെ കയ്യിലാണ് ശിവലിംഗം വയ്ക്കുക എപ്പോഴും. ചില ശൈവ സമ്പ്രദായങ്ങളിൽ ഇടത്തെ കയ്യിൽ ശിവനെയും വലത്തെ കയ്യിൽ ഗണപതിയാണ് പൂജിക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ ശിവലിംഗത്തെ കയ്യിൽ വെച്ചിട്ട് കുട്ടി നിൽക്ക്, ഞാൻ നിനക്ക് തരാം, പാല് തരാം, അമ്മ ഇത് പൂജ കഴിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന് ദേഷ്യം വന്നിട്ട് ഭഗവാൻ ആ ശിവലിംഗത്തിനെ അടിച്ചു തെറിപ്പിച്ചു കളഞ്ഞു. അമ്മയുടെ കയ്യിലിരിക്കുന്ന ശിവലിംഗത്തിനെ തട്ടി തെറിപ്പിച്ചു. അത് കേട്ട് അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. അമ്മ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് വീണ്ടും അടിക്കാൻ പോയപ്പോൾ വിനായകൻ അമ്മയുടെ കൈ പിടിച്ചിട്ട് അമ്മയുടെ വിരലങ്ങോട്ട് കടിച്ചു. ശരിക്കും അമ്മയും മകനെയും പോലെയുള്ള ഒരു ഭാവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദേവി പറഞ്ഞു, വിട് എനിക്ക് വേദനിക്കണു എൻ്റെ കൈ മുറിയും എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി കടി വിട്ടിട്ട് ദൂരത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ കടിയേറ്റ വിരലിൽ നിന്ന് ഇങ്ങനെ രക്തം ഒഴുകണം കണ്ടിട്ട് ദേവി ദേഷ്യം വന്നിട്ട് വേഗം തന്നെ അത് കഴുകി തുണിയിട്ട് കെട്ടിയിട്ട് ഒരു വടിയെടുത്തിട്ട് ഇവനെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോയി. 2 അടി കൊടുക്കണം. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. വാട അവിടെ നിന്നിട്ട് പിടിച്ചങ്ങോട്ട് വലിച്ച നിർത്തി അടിക്കാൻ ഓങ്ങിയതേ ഓർമ്മയുള്ളൂ.
5 മുഖത്തോടും 10 കൈകളോടും 3 കണ്ണുകളോടും ശേഷസർപ്പത്തിനെ ധരിച്ചിട്ടും തൃശൂലം ധരിച്ചും ഡമര് ധരിച്ചും ഭസ്മം ധരിച്ചും ആനത്തോല് പുതച്ചിട്ടും പുലിത്തോല് ധരിച്ചിട്ടും ചന്ദ്രക്കല ശിരസിലും ധരിച്ചിട്ടും പഞ്ചമുഖ വിനായകനായിട്ട് മഹാദേവൻ്റെ തനിസ്വരൂപമായിട്ട് എന്നാൽ മുഖം ആനയുടെ അങ്ങനെ ദേവി ഭഗവാനെ കണ്ടു. ശരിക്കും ഭഗവാന്റെ വിരാട് രൂപം ശ്രീപാർവതി ദർശിക്കുന്ന അധ്യായമാണത്. ദേവിക്ക് അനങ്ങാൻ പോലും സാധിച്ചില്ല. ഇത് മനസ്സിലാക്കിയിട്ട് അമ്മയെ വിഷമിപ്പിക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട് കുട്ടി വീണ്ടും ശിശുവിൻ്റെ രൂപം ധരിച്ചു. മഹർഷിമാരുടെ മക്കളുടെ അടുത്ത് ബാലൻ എവിടെ എന്ന് അന്വേഷിച്ചു ശ്രീപാർവതി. കാരണം കുട്ടിയായിട്ട് ഇങ്ങനെ വന്നിട്ട് അപ്പം തന്നെ കാണാണ്ടായിപ്പോയി. ദേവിക്ക് കുട്ടിയെ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. അവിടെ വേറെ ചില കുട്ടികളെ കളിക്കുന്നുണ്ട്, അവരോട് പോയിട്ട് ചോദിച്ചു, അവനെ എവിടെയെങ്കിലും കണ്ടോ? കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ കൊണ്ട് കാട് മുഴുവൻ നടത്തിച്ച് തിരയിപ്പിച്ച് അമ്മ നല്ല വശം കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ അമ്മ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഓടി വന്നു. മാക്സിമം തിരയിപ്പിച്ച് ബുദ്ധിമുട്ടിച്ചതിന് ശേഷം അമ്മയുടെ അടുത്ത് വന്ന് അമ്മയെ ആശ്വസിപ്പിച്ചു. ദേവി ആദ്യം കുട്ടിയെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് ദേഷ്യത്തോടു കൂടിയിട്ട് തൻ്റെ ചേലയുടെ അറ്റം കൊണ്ട് അവൻ്റെ കയ്യിൽ 2 കെട്ടിട്ടിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് ബന്ധിച്ചു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു. നിന്നെ എനിക്ക് പിടികിട്ടി, ഇനി ഞാൻ നിന്നെ വിടില്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിനക്ക് ഞാൻ നല്ല അടി വാങ്ങിത്തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ആ തുമ്പിക്കൈകൊണ്ട് അദ്ദേഹം തൻ്റെ കൈ കൂട്ടി കെട്ടിയതിനെ അങ്ങോട്ട് അഴിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. ഈ അവസരത്തിലാണ് കർദമൻ എന്ന് പറയുന്ന ഒരു അസുരൻ, കർദമാസുരൻ എന്ന് പറഞ്ഞ ഭഗവാനെ കൊല്ലാനായിട്ട് ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ കയ്യിൽ കമണ്ഡലവും രുദ്രാക്ഷമാലയൊക്കെ ധരിച്ചിട്ട് ദേഹമാസകലം ഭസ്മം പൂശിയിട്ട് വന്നു. അസുരൻ ഈ കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിട്ട് പറഞ്ഞു, നീ അമ്മയെ പേടിച്ചിട്ട് ഓടുകയാണോ? നീ വിഷമിക്കേണ്ട, നിന്നെ ഒളിക്കാൻ ഞാൻ സഹായിക്കാം, സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്, നിനക്കൊരു ടെൻഷനും വേണ്ട, നീ ഇരിക്കുന്ന സ്ഥലം നിൻ്റെ അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല, അവിടെ കാലനെ പോലും പേടിക്കേണ്ട ആവശ്യമില്ല അവർ. അപ്പോൾ കുട്ടി പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്, അമ്മ കാണാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി, ഇല്ലെങ്കിൽ എന്നെ അമ്മ അടിച്ച് ഒരു പരിവാക്കും എന്ന് പറഞ്ഞു. അല്ലേ, പണ്ട് ഒരു പാൽക്കാരൻ തൈരും പാലും വെക്കണ ഒരാളുടെ കഥയുണ്ട്. അത് ഭാഗവതത്തിലില്ല, അത് ഈ മറ്റ് ചില ഫോക്ക് കഥകളിലാണ്, കൃഷ്ണൻ്റെ കഥകളിലുള്ളത്. ഭഗവാൻ വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് യശോദ ഇങ്ങനെ മുറ്റത്ത് ഇറയത്ത് കൊണ്ടേ ഭഗവാനെ കിടത്തും. അപ്പോൾ ആ നാട്ടിൽ ഗോപന്മാരുടെ ഇടയിൽ വളരെ വയസ്സായിട്ട് 10-84 വയസ്സ് പ്രായമുള്ള ഒരു പാൽക്കാരനുണ്ടായിരുന്നു. രാവിലെ നേരത്തെ ആയാൽ പശുക്കളെ കറന്നിട്ട് പാലും തൈരും തലയിൽ വെച്ചിട്ട് മധുരയ്ക്ക് പോവും. അദ്ദേഹത്തിന് അറിയാം തൻ്റെ രാജാവായിട്ടുള്ള നന്ദന് ഒരു മകനുണ്ടായിട്ടുണ്ട്, ഒന്ന് പോയി കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ജീവിതം ഭയങ്കരമാണ്. നമ്മൾ ഇപ്പോഴും കാണാറില്ലേ 10, 70, 80 വയസ്സായിട്ടും സെക്യൂരിറ്റി ജോലി ചെയ്യണ ആൾക്കാരെ. അവർ വിശ്രമജീവൻ നയിക്കേണ്ട പ്രായത്തിലാണ് കുടുംബത്തിനെ പോറ്റാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടാവുക. എന്നിട്ട് അവർ ഉറങ്ങി എന്ന് പറഞ്ഞ് ചീത്ത കേൾക്കും, വേണ്ടത് ചെയ്തില്ല പറഞ്ഞ് ചീത്ത കേൾക്കും, ഗേറ്റ് കൃത്യമായിട്ട് പൂട്ടിയില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയും. ഇങ്ങനെ ആട്ടും തൂപ്പും അപമാനവും കേട്ടിട്ട് ചിലപ്പോൾ അവർ സൈന്യത്തിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കും, ആരോഗ്യം പോയിട്ടുണ്ടാവും, ഒരു മര്യാദയും കൊടുക്കാണ്ട് അവരെ ട്രീറ്റ് ചെയ്യണ കാണാം. അതേപോലൊരു അവസ്ഥയിലുള്ളൊരു പാൽക്കാരനായിരുന്നു. മക്കളുണ്ട്, ഒരു കാര്യമില്ല, ഭാര്യയും മക്കളെയും കൊണ്ട് ഒരു ഗുണമില്ലാത്തൊരു മനുഷ്യൻ, കുടുംബം നോക്കാൻ വേണ്ടി മടിയന്മാരായിട്ടുള്ള മക്കൾക്ക് വേണ്ടി 84 വയസ്സിലും മധുരയിൽ പോയിട്ട് പാല് വിറ്റ് വന്നിരുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഈ കുട്ടിയൊന്നും പോയി കാണാൻ സമയമില്ല. അങ്ങനെ ഒരു ദിവസം നന്ദഗോപരുടെ വീട്ടിൻ്റെ അതിലേ കടന്നു പോകുമ്പോൾ നല്ലിങ്ങനെ നീല രത്നക്കല്ല് പോലെ ഒരാൾ അവിടെ ഇട്ട് ചെറിയ കണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കണം, മുട്ടുകുത്തിയിട്ട് അവിടെ നോക്കുകയാണ് ഇയാൾ കടന്നു പോകുമ്പോൾ. അപ്പോൾ മനസ്സിൽ വലിയൊരു ആകർഷണം തോന്നി. ഇതന്നെയല്ലേ നന്ദൻ്റെ കുട്ടി, ആരും ചുറ്റുവട്ടത്തില്ല, ആ തിട്ടിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടി ഇപ്പുറത്തേക്ക് ചാടുക തോന്നി. അപ്പോൾ അദ്ദേഹം വേഗം പോയിട്ട് അതിനെ അവിടെ പിടിച്ചിരുത്തി. അപ്പോൾ അവ്യക്ത ശബ്ദത്തിൽ എന്തോ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നി വെണ്ണ ചോദിക്കുകയാണെന്ന്. ഉടനെ തന്നെ കുറേ തൈരും വെണ്ണയൊക്കെ അതിന് തിന്നാൻ കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അദ്ദേഹത്തിനെ കുറേ നക്കി ഉമ്മയൊക്കെ വെച്ചിട്ട് അത് പോയി വീട്ടിൻ്റെ ഉള്ളിലേക്ക്. എന്നും പിന്നെ ഇത് പതിവായി. ഭഗവാൻ വളരാനും തുടങ്ങി. ദിവസം രാവിലെ ഇദ്ദേഹം എന്തെങ്കിലും കൊടുക്കും, ഈ പാലിൻ്റെയും ഇത് എന്ന് കൊടുക്കണ്ടോ അന്നത്തെ ദിവസം ഒന്നും ബാക്കി വരാത്ത വിധം മധുരയിൽ വിറ്റുപോകും. മറ്റേത് ധാരാളം പാലും വെണ്ണയൊക്കെ വേസ്റ്റ് വരാറുണ്ട്, ഇയാളുടെ കയ്യിൽ ധാരാളം പൈസ വരാൻ തുടങ്ങി. അതൊക്കെ ഈ കുട്ടിയുടെ അനുഗ്രഹമാണ് എന്ന് വിശ്വസിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും ഭഗവാന് വെണ്ണ കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഭഗവാനെ ആ വഴിക്ക് അദ്ദേഹം കടന്നു പോകുമ്പോൾ രാവിലെ കൂടെ കൊടുത്തിട്ട് പോയതാണ്. വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥത. പ്രായമായ ആളല്ലേ. ഈ വീടിൻ്റെ കുറച്ച് ദൂരെ ഒരു ആൽമരത്തിൻ്റെ ഭാണ്ഡീരവൃക്ഷം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായിട്ടുള്ള ഒരു ആലുണ്ടല്ലോ, ഭാഗവതത്തിൽ കേൾക്കാതെ. ആ ഭാണ്ഡീരത്തിൻ്റെ താഴെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് വയ്യാണ്ടായിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് കുറച്ച് നേരം. വീട്ടിലേക്ക് ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്, ആ വട്ടി ഓടിയുണ്ട്. അത് അവിടെ വെച്ചിട്ട് ഇരുന്ന സമയത്ത് ഒരു ഉടുതുണി പോലും ഇല്ലാണ്ട് ഓടി വന്നു.
എന്നിട്ട് പറഞ്ഞു എന്നെ എവിടെയെങ്കിലും ഒളിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അമ്മ എന്നെ അടിക്കാൻ വരികയാണെന്ന് പറഞ്ഞു. ഞാൻ എവിടെയാണ് നിന്നെ ഒളിപ്പിക്കുക എന്ന് പറഞ്ഞു. എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കുക, ഞാൻ ഈ കുടത്തിൻ്റെ ഉള്ളിൽ കയറിക്കാൻ പറഞ്ഞു. ഈ കുടം വളരെ ചെറുതല്ലേ, നിനക്ക് ഇത്രയും വലിപ്പമില്ലേ, നീ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിക്കും? ഒക്കെ ഞാൻ കയറുമെന്ന് പറഞ്ഞു. ഞാൻ എവിടെയും കയറും എന്ന് പറഞ്ഞിട്ട് ആ കുടത്തിൻ്റെ ഉള്ളിൽ കാല് വെച്ച് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ചുരുണ്ടിട്ട് കുടത്തിൻ്റെ ഉള്ളിൽ കിടന്നു. അദ്ദേഹത്തിന് അത്ഭുതം, ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറിയെന്ന്. യശോദ അവിടെയൊക്കെ വന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു പോണത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ പുറത്ത് വന്നതിന് ശേഷമാണ് ഈ കുട്ടി അസാമാന്യനാണ് എന്ന് തോന്നിയതും ഭഗവാൻ അദ്ദേഹത്തിന് തൽസ്വരൂപം കാണിച്ചു കൊടുത്തു, അനുഗ്രഹിച്ചു, വൈകുണ്ഠം കൊടുത്തു എന്നൊക്കെ പല കഥകളുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ ഈ കക്ഷിയോട് പറയണേ, എന്നെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടുവരുന്നത്. അതൊരു നല്ലൊരു ഭക്തനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അസുരനാണ് പിടിച്ചുകൊണ്ട് പോണത്. അങ്ങനെ അസുരൻ ഭഗവാനെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അടച്ചു വെച്ചു. കുട്ടിയുടെ കാലടിപ്പാടുകൾ നോക്കിയിട്ടാണ് ദേവി വന്നത്. അങ്ങനെ വരണ സമയത്ത് ഒരു പാറ കണ്ടു. ആ പാറയുടെ മുകളിൽ ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്നു. അയാൾ ഒറ്റയ്ക്കായിരിക്കുന്നത്. എൻ്റെ കുട്ടി എവിടെ ചോദിച്ചു. എൻ്റെ മകൻ്റെ കാലടിപ്പാട് കാണണ്ടല്ലോ, ഇവിടെ വരെ വന്നിട്ട് ഇത് അവസാനിച്ചിരിക്കുകയാണ്, അവൻ എവിടെയാ ഒളിപ്പിച്ച് വെച്ചോ ചോദിച്ചു. അവർ നിൻ്റെ മകനെ ഒളിപ്പിച്ച് വെച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ, ഞാൻ നിൻ്റെ മകനെ കണ്ടിട്ടില്ല, നീ എന്താ അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചോ? ഇല്ലല്ലോ, നീയായിട്ട് അവനെ തല്ലി ഓടിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. ദേവിക്ക് സങ്കടം വന്നു. ബ്രാഹ്മണൻ കള്ളം പറയുകയാണ്, തൻ്റെ മകനെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ദേവി പറഞ്ഞു, നല്ല ബ്രാഹ്മണരാണെങ്കിൽ ഒരിക്കലും കള്ളം പറയില്ല, നീ നല്ലവനല്ല, നീ കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ തൻ്റെ ശരിയായിട്ടുള്ള അസുരരൂപം കാണിച്ചിട്ട് ആ ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തുനിന്ന് കുട്ടിയെടുത്തിട്ട് കാണിച്ചിട്ട്, കണ്ടോ അവൻ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടിയെടുത്തിട്ട് ഓടിപ്പോയി. ആ സമയത്ത് ഓടിമ്പോൾ അവന് ഭാരം വർദ്ധിച്ചു വരണതായിട്ട് തോന്നി. ഭഗവാന്റെ വർദ്ധിച്ചിട്ട് ഭഗവാൻ അവനേക്കാളും വലിയൊരു രൂപം ധരിച്ച് ആ അമ്മയുടെ ദുഃഖം മാറ്റാൻ വേണ്ടിയിട്ട് ആ അസുരനെ അടിച്ച് കൊന്ന് അവന് മോക്ഷത്തെ കൊടുത്തു. അതിനുശേഷം അമ്മയുടെ മുന്നിൽ വന്നിട്ട് മയക്കണ ചിരിയായിട്ട് നിന്നു എന്നാണ്. അമ്മ മയക്കുന്ന ചിരിയുമായിട്ട് അവിടെ നിന്നു. അവിടെ എത്തിയിട്ടുള്ള മഹർഷിമാർ ബാലൻ്റെ അസാമാന്യമായിട്ടുള്ള ശക്തിയെ വാഴ്ത്തി സ്തുതിച്ചു. അവരുടെ മഹർഷിമാരാൽ സ്തുതിക്കപ്പെട്ട ആ കുട്ടിയെ എടുത്തിട്ട് ദേവി വീട്ടിനുള്ളിലേക്ക് പോയി. അമ്മ മറ്റൊരു സമയത്ത് വീടിൻ്റെ മുറ്റത്ത് ഭഗവാനെ കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നു. കുട്ടി എന്തോ ദുർവാശി കാണിച്ചപ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് മുറ്റത്ത് നിർത്തി. നീ കുറച്ച് നേരം അവിടെ നിൽക്ക്, വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട, മഹാശല്യമായിരിക്കണം നിന്നെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കുട്ടി താഴെ കിടന്നിട്ട് വായം പൊളിച്ചിട്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് മണ്ണ് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളാൻ തുടങ്ങി. അത്രയും വാശി കാണിച്ചു. അങ്ങനെ വാശി കാണിക്കുന്ന സമയത്ത് എന്താ കാണിക്കണേ പറഞ്ഞിട്ട് പിടിച്ചിട്ട് എണീപ്പിക്കാൻ വന്ന സമയത്ത് യശോദ എങ്ങനെ ഭഗവാന്റെ വായിൽ 17-14 ലോകം കണ്ടോ അതേമാതിരി ബ്രഹ്മാണ്ടങ്ങളെ മുഴുവൻ ആ ഭഗവാന്റെ വായിൽ ദർശിച്ചു. ദേവി സന്തോഷത്തോടു കൂടി തൻ്റെ പുത്രൻ പരബ്രഹ്മം തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കുഞ്ഞിന് മുല കൊടുത്ത് അന്നത്തെ ദിവസം ഭഗവാനെ ഉറക്കി. ഭഗവാൻ 5 വയസ്സായപ്പോൾ ഒരിക്കൽ കൂട്ടുകാർ വീട്ടിലെത്തിയിട്ട് കുട്ടിയെ കളിക്കാൻ വിളിച്ചു. ആ സമയത്ത് ഭഗവാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ അവനെ ഒന്ന് വിളിച്ചെണീപ്പിക്കുക, ഞങ്ങൾക്ക് കളിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീപാർവതി, നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഉള്ള സ്ത്രീകൾ ചോദിക്കണം മരിച്ചു, ചില പിള്ളേരെ നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ ഉച്ച നേരത്ത്, കുറച്ച് നേരം കിടന്നുറങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടിട്ട് കുട്ടികൾ പറഞ്ഞു, അമ്മ ഞങ്ങളെ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു സങ്കടമില്ല, കാരണം അവിടുന്ന് ഞങ്ങളുടെ അമ്മയെ പോലെ തന്നെയാണെന്ന് ആ ഋഷികുമാരന്മാർ പറഞ്ഞ് ആ ദേവിയെ നമസ്കരിച്ചു. അപ്പോഴേക്കും പിള്ളേരുടെ ശബ്ദം കേട്ടിട്ട് ഭഗവാൻ എണീച്ചു വന്നു. വാ പോവുക, കളിക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് ദൂരെയുള്ള ഇവർ സ്ഥിരം കളിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് ചേരി തിരിഞ്ഞിട്ട്, ഞാൻ നേരത്തെയും ഇവരുടെ ഈ ഒരു കളി പറഞ്ഞു, യുദ്ധം ചെയ്ത് കളിക്കാം. കുറച്ച് പേര് ദേവന്മാരും കുറച്ച് പേര് അസുരന്മാരുമായിട്ട് സങ്കല്പിച്ചിട്ട് കളി തുടങ്ങി. അവസാനം അസുരന്മാർ ജയിക്കുകയും ദേവന്മാർ തോൽക്കുകയും ചെയ്തു അവരുടെ കളിയിൽ. അവരിങ്ങനെ യുദ്ധം ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗഡ്ഗൻ എന്നു പേരുള്ളൊരു അസുരൻ വലിയൊരു ഒട്ടകത്തിൻ്റെ രൂപത്തിലേക്ക് അവിടേക്ക് മുക്കറ ഇട്ടുകൊണ്ടെത്തി. അവൻ്റെ കാലിൻ്റെ ചവിട്ടുകൊണ്ട് അനവധി ജീവികൾ മരിച്ചു വീണു. അവൻ ആ ഓടി വരുമ്പോണ്ടായ കൊടുങ്കാറ്റ് കൊണ്ട് വൃക്ഷങ്ങൾ വരെ മറിഞ്ഞു വീണു. ശൂലം പോലെ കൂർത്ത പല്ലുകളായിരുന്നു, നീണ്ട നാക്ക്, ആ അലർച്ച കൊണ്ട് ദിഗന്ധങ്ങളൊക്കെ മുഴങ്ങിയെന്നാണ് പറഞ്ഞു. അവൻ കുട്ടികളുടെ ഇടയിലേക്ക് കയറി അവരെ ചവിട്ടാൻ നോക്കി. പലരും പല വഴിക്ക് ഓടി. ഗണപതിയോട് അവർ പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടോ, ഇതൊരെന്തോ രാക്ഷസനാണ് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞു. പക്ഷെ ഭഗവാൻ ഓടിപ്പോകുന്നതിന് പകരം തൻ്റെ ശരീരത്തിനെ വലുതാക്കി ചാടി കുതിച്ച് പൊങ്ങി ആ ഒട്ടകത്തിൻ്റെ മുതുകല്ല് നോക്കിയിട്ട് താഴോട്ട് വന്നു. ഭഗവാന്റെ ആ ഭാരം താങ്ങാൻ പറ്റാണ്ട് നടുവൊടിഞ്ഞിട്ട്
ആ ഒട്ടകം ചത്തു വീണു. മരിച്ചു വീണപ്പോൾ ആ അസുരൻ തൻ്റെ ശരിയായിട്ടുള്ള രൂപം സ്വീകരിച്ച് മരിച്ചു കടന്നു. അവൻ്റെ ശവം കണ്ടപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അതൊരു അസുരനായിരുന്നു. ഇങ്ങനെ ഒരു അസുരവധം കൂടെ ഭഗവാൻ ചെയ്യണു. അതിനുശേഷം നിഴലിൻ്റെ രൂപത്തിലുള്ള ഛായ എന്ന് പറയുന്ന ഒരു ഛായ, നിഴൽ പിടിച്ചെടുത്ത് ആൾക്കാരെ കൊല്ലാൻ കഴിയുന്ന കഴിവുകളുള്ള ഒരസുരനെ ഭഗവാൻ വധിക്കുന്നുണ്ട്. അവനെയും വധിച്ചപ്പോൾ മാത്രമാണ് അവൻ അസുരനാണ് എന്ന് മനസ്സിലായത്. അതിനുശേഷം ഒരു കൊച്ചുകുട്ടിയുടെ വേഷത്തിൽ ചഞ്ചലൻ എന്നു പേരുള്ളൊരു അസുരൻ ഈ കുട്ടികളോടൊപ്പം ചേർന്ന് കളിക്കാൻ തുടങ്ങി. ആ പയ്യൻ വളരെ സാമർഥ്യം കാണിച്ചിട്ട് കളിയിൽ തൻ്റെ മിടുക്കൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തരം കിട്ടുമ്പോഴൊക്കെ ഓരോ കുട്ടികൾക്കും നല്ല വേദന ഉണ്ടാക്കുന്ന വിധത്തിൽ കുത്ത്, ചവിട്ട്, പിച്ച് ഇതൊക്കെ കൊടുത്ത് മെല്ലെ 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 ഗണപതിയുടെ അടുത്തേക്ക് എത്തി. ഗണപതിയാണെങ്കിൽ ഇവൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരുന്നത് പന്തെറിഞ്ഞ് കളിച്ച് കൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ പന്ത് കയ്യിൽ കിട്ടിയിട്ടുള്ള ആൾ അത് വളരെ ഉയരത്തിൽ ആകാശത്തിലേക്ക് എറിയണം, അത് മറ്റുള്ളവർ പിടിക്കണം. ഇതാണ് കളി. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസുരൻ ആകാശത്തുനിന്ന് വീണ പന്ത് പിടിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ മായാപ്രഭാവം കൊണ്ട് ആ പന്തിൻ്റെ ഉള്ളിലേക്ക് തൻ്റെ അംശത്തെ കയറ്റി. അതോടുകൂടിയിട്ട് ആ പന്തിന് ഭാരം കൂടി. എത്ര ഉയർത്തിയിട്ടും മുകളിലേക്ക് എറിയാൻ പറ്റാണ്ട് വന്നപ്പോൾ അസുരന് മനസ്സിലായി തന്നെ ഭഗവാൻ തിരിച്ചറിഞ്ഞു എന്ന്. അവൻ ആ പന്തും കൊണ്ട് ഓടാൻ തുടങ്ങി. പന്തിനെ കയ്യിൽ നിന്ന് താഴേക്കിടാൻ നോക്കിയപ്പോൾ പന്താണെങ്കിൽ കയ്യിൽ നിന്ന് പോയതുമില്ല. അങ്ങനെ ഭാരം വർദ്ധിച്ചിട്ട് അവസാനം അവൻ താഴെ വീണു. ബോധം നശിച്ചിട്ട് താഴെ വീണ ഉടനെ തന്നെ അവനെ ഭഗവാൻ തൂക്കിയെടുത്ത് വലിച്ചെറിയുകയും വധിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു വധം കൂടെ ഭഗവാൻ സാധിച്ചു. അതിനുശേഷം മറ്റൊരു ദിവസം ഭഗവാൻ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹർഷിമാരുടെ ഭാര്യമാർ വന്നിട്ട് ഈ കുട്ടികളെ ഊണ് കഴിക്കാൻ വിളിച്ചാലും കുളിക്കാൻ വിളിച്ചാലും കടന്നുറങ്ങാൻ വിളിച്ചാലും ഇവർ വരില്ല. ഏത് നേരവും ഗണപതിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊക്കെ ചെറിയ തോതിൽ നീരസം തോന്നാൻ തുടങ്ങി ഗണപതിയോട്. ഈ കുട്ടി വന്നതിന് ശേഷമാണ്, ഈ കുട്ടിയുടെ കൂടെ കളിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഒരു ചിട്ടയില്ലാണ്ടായത്. രാവിലെ എണീച്ചിട്ട് കുളിക്കില്ല, ജപിക്കില്ല, ഒന്നും ചെയ്യില്ല. ഏത് നേരവും കളി അങ്ങനെയുള്ളൊരു ഇത് മാത്രം. അങ്ങനെ അവർക്ക് മഹർഷിമാരായിട്ടുള്ള ആ അച്ഛന്മാർക്കുമൊക്കെ പരാതി ഉണ്ടായിരുന്നു. മാത്രമല്ല പഠിക്കാനും താല്പര്യമില്ല പിള്ളേർക്ക്. അതുകൊണ്ട് അവർ ഭഗവാന്റെ അടുത്ത് തന്നെ വന്നിട്ട് സൂചിപ്പിച്ചു, ഇങ്ങനെ എപ്പോഴും എൻ്റെ മക്കളെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകരുത്, കുട്ടികളൊന്നും പഠിക്കണില്ല, സമയത്തിന് കുളിക്കണില്ല, കഴിക്കണില്ല എന്നൊക്കെ പരാതി പറഞ്ഞു. ഭഗവാനോ എന്നൊക്കെ പറഞ്ഞൊക്കെ തലയാട്ടി കേട്ടു, കൂടുതലൊന്നും പറഞ്ഞില്ല. അതിനുശേഷം ചില ആൾക്കാർ ഭഗവാന്റെ കൂടെ കളിക്കരുത് എന്ന് പറഞ്ഞിട്ട് മക്കളെ ഭീഷണിപ്പെടുത്തി വടിയൊക്കെ എടുത്ത് അടിക്കാനൊക്കെ പോയി. അപ്പോൾ ഭഗവാൻ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോയിട്ട് കളിക്കാം. അപ്പോൾ പിന്നെ ഇവർക്കിങ്ങനെ വന്നിട്ട് ഇടയ്ക്ക് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇവർ കുറച്ചുകൂടി ദൂരെ ഒരു സ്ഥലത്ത് പോയിട്ട് കളിക്കാൻ തുടങ്ങി. ആ കളിക്കാൻ തുടങ്ങുന്ന സമയത്താണ് മനസ്സിലായത് ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ പരിസരത്താണ് ഇവർ കളിക്കാൻ ചെന്നിരിക്കുന്നത്. മഹർഷി അവിടെ വളരെ ശാന്തനായി മനസ്സിനെ ബ്രഹ്മത്തിൽ ഏകാഗ്രമായിട്ട് ഉറപ്പിച്ചിട്ട് തപസ് ചെയ്യായിരുന്നു. ആശ്രമത്തിലെ സ്ത്രീകളൊക്കെ ആഹാരം പാചകം ചെയ്യുക. അഹല്യ പ്രത്യേകിച്ചും അന്നത്തെ ദിവസം മഹർഷിക്ക് വൈശ്വദേവം ബലിയുള്ളതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണം, ബലി തൂവാനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇവർക്ക് വിശപ്പ് വന്നത്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് ഇവരങ്ങോട്ട് ചെന്നു. കുറേ വിളിച്ചു നോക്കി, തിരക്ക് കാരണം ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഗണപതി പറഞ്ഞു, നമുക്ക് അടുക്കളയ്ക്ക് പോകാം. അങ്ങനെ ഭഗവാൻ വീടിൻ്റെ പുറകെ കൂടെ അടുക്കളയിൽ കയറിയപ്പോൾ അവിടെ വൈശ്വദേവത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭക്ഷണമുണ്ട്. ഭഗവാൻ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. അഹല്യ അത് കണ്ടുകൊണ്ട് വന്നു. എന്ത് അക്രമമാണ് കാണിക്കുന്ന കുട്ടി, നീ മഹാദേവൻ്റെ മകൻ തന്നെയല്ലേ, ഇത് എന്തുമാത്രം വികൃതിയാണ് നീ കാണിക്കുന്നത്, വൈശ്വദേവത്തിന് വെച്ച ഭക്ഷണമെല്ലാം എടുത്ത് കഴിച്ച്. ഗൗതമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ അദ്ദേഹം ശപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കഷ്ടത്തിലാവുക, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അദ്ദേഹം കണ്ടുപിടിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ അഹല്യ ഭർത്താവിൻ്റെ കോപത്തെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഗൗതമൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന് ആദ്യം കണ്ട തന്നെ വൈശ്വദേവത്തിന് എടുത്തു വെച്ച ഭക്ഷണം എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗണപതിയാണ്. അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, ഈ ലോകത്തിൽ ഒരു മഹാത്മാവുണ്ടെങ്കിൽ അത് മഹാദേവനാണ്. ആ മഹാൻ്റെ പുത്രനായിട്ട് ജനിച്ചിട്ട് നീ എന്താ ഇങ്ങനെ അനാചാരമായിട്ട് ജീവിക്കണത് എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട്, അങ്ങ് ആരാണെന്നും എനിക്കറിയാം, പക്ഷെ അങ്ങ് പെരുമാറ്റം വളരെ വിചിത്രമായിരിക്കുന്നു, എന്തായാലും ഇങ്ങോട്ട് വരൂ എൻ്റെ കൂടെ എന്നും പറഞ്ഞിട്ട്
ആ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് നേരെ ശിവൻ്റെ ആശ്രമത്തിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ശ്രീപാർവതി അവിടെ നിൽക്കുന്നുണ്ട്, ഭഗവാൻ അവിടെ സ്ഥലത്തില്ല. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ദാ മകൻ എന്ന് പറഞ്ഞു. നോക്കുമ്പോണ്ട് ഗൗതമൻ്റെ വീട്ടിലെ പാത്രവും കൊണ്ടാണ് വന്നിരിക്കുന്നത്, കഴിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വരര വഴി മുഴുവൻ ആ പാത്രത്തിൽ ഭക്ഷണം എടുത്തിട്ട് കഴിച്ചുകൊണ്ടാണ് വരണത്. അപ്പോൾ ശ്രീപാർവതി ചോദിച്ചു, ഇതെന്താ ഈ പാത്രം? ഞാനത് അവിടുന്ന് എടുത്താണ്, ഞാൻ അവിടുന്ന് കഴിച്ചുകൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗൗതമൻ പറഞ്ഞത്, ഇവൻ കാണിക്കുന്ന അക്രമങ്ങൾക്ക് കണക്കില്ല. മഹാദേവനെയും അവിടുത്തെയും വിചാരിച്ചിട്ടാണ് ഞങ്ങളാരും ഒന്നും പറയാത്തത്. ഇവൻ്റെ സ്വരൂപവും നമുക്കറിയാം, പക്ഷേ ഒരു വഴി പറഞ്ഞു തരുമോ? ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് വലിയ വിഷമായി, ഭയങ്കര ദേഷ്യം വന്നു. ഗൗതമനെ പോലൊരു മഹർഷിയെ മകൻ പോയി ബുദ്ധിമുട്ടിക്കണു എന്നറിഞ്ഞപ്പോൾ, എൻ്റെ മകനാണെന്ന് കരുതിയിട്ടാണല്ലോ എല്ലാവരും അവനെ വഴക്ക് പറയാണ്ടിരിക്കണത്, ഇല്ലെങ്കിൽ വേറെ വല്ലവരുടെ കുട്ടിയാണെങ്കിൽ എന്നടിച്ച് അവനെ പുറത്താക്കിയിട്ടുണ്ടാവും എന്ന് മനസ്സ് വിചാരിച്ച് ദേഷ്യം വന്നിട്ട്, മകൻ ലാളന കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം വന്നതുകൊണ്ട് ദേവി ഒരു വടി വെട്ടിയെടുത്തിട്ട് 2 അടിയും കൊടുത്തിട്ട് കയ്യും കാലും ഒക്കെ കെട്ടി വീട്ടിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ട് വാതിലടച്ചു, പൂട്ടിയിട്ടു. കുട്ടികൾ വന്നിട്ട് ജനലിൽ കൂടെ നോക്കുമ്പോൾ അകത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇവരിങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഈ ഗണേശനെ എങ്ങനെ മോചിപ്പിക്കും എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ശ്രീപാർവതി അങ്ങോട്ട് പോവുകയും ചെയ്തു. ആ സമയത്ത് ഇവരെ പുറകുന്ന് വിളിക്കുന്നു. വീടിൻ്റെ പുറത്ത് മുറ്റത്ത് നിന്നിട്ട് ഗണപതി, നിങ്ങളെന്താ അവിടെ നോക്കണം, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗണപതി മുറ്റത്ത് നിൽക്കുന്നുണ്ട്. വാ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കളിക്കാൻ പോയി അവർ കളി തുടങ്ങി തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ ശ്രീപാർവതിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങളുടെ മകൻ ദാ അവിടെ ആ കുളത്തിൻ്റെ അടുത്ത് കിടന്നിട്ട് കുത്തി മറിയുന്നുണ്ട് പിള്ളേരുടെ ഒപ്പം ചെളിയിൽ എന്ന് പറഞ്ഞു. ദേവി ഞെട്ടിപ്പോയി. ദേവി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കളിക്കുന്നുണ്ട്. വേഗം ഓടി വീട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ആളവിടുന്ന് പോയിട്ടില്ല. അപ്പോൾ മനസ്സിലായി ഇത് മായാവിത്തരം കാണിക്കുകയാണെന്ന് മനസ്സിലായി. ദേവി ഒന്നും മിണ്ടിയില്ല. ഗൗതമനാണെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ കണ്ടു. അദ്ദേഹത്തിന് ഒരേ സമയം അത്ഭുതവും ദുഃഖവും തോന്നി. താൻ കാരണം ഭഗവാൻ അമ്മയുടെ നിന്ന് അടിയും കിട്ടി, പോരാണ്ട് അമ്മയെ ഭഗവാൻ ഇപ്പോൾ കുഴപ്പത്തിലും ആക്കി. ഇതൊക്കെ ഞാൻ കാരണമാണല്ലോ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് തിരിച്ച് ആശ്രമത്തിൽ പോയിട്ട് അഹല്യയോട് വിവരം പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാൻ നിന്നെ ശപിക്കാനൊന്നും പോകില്ല, നീ ആ വൈശ്വദേവത്തിന് ഇനി പുതിയതായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അഹല്യ അടുക്കളയിലേക്ക് അയച്ചു എന്നാണ് പറഞ്ഞു. അന്നത്തെ ദിവസത്തെ ധ്യാനത്തിനൊക്കെ ശേഷം തൻ്റെ ബലിയൊക്കെ വൈശ്വദേവൻ ബലിയൊക്കെ വൃത്തിയായിട്ട് ചെയ്ത് ഗൗതമൻ അവസാനിപ്പിച്ചത് ചുരുക്കി പറഞ്ഞു. വിസ്തരിച്ചിട്ടാണ്, വളരെ വിസ്തരിച്ചിട്ടാണ് പുരാണത്തിൽ വരണത്. അത് കഴിഞ്ഞാൽ ഭഗവാൻ 6 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം പുറത്ത് കുട്ടികളോടൊപ്പം കളിക്കാൻ പോയപ്പോൾ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് വിശ്വകർമാവ് ആ വീട്ടിൽ വന്നു. ദേവി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. ജഗന്മാതാവായിട്ടുള്ള അമ്മയുടെ ആ ആദരവ് കണ്ടിട്ട് വിശ്വകർമാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം കണ്ണീരണിഞ്ഞിട്ട് ദേവിയെ സ്തുതിച്ചു. ദേവിയെ സ്തുതിക്കുന്നൊരു വിശ്വകർമാവിൻ്റെ ദേവീസ്തുതിയുണ്ട് വളരെ വിസ്തരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സകല ചരാചരങ്ങളുടെയും മാതാവാണ് എന്ന് പറഞ്ഞിട്ട് സ്തുതിച്ചു. ദേവി നന്ദി പറഞ്ഞു വിശ്വകർമാവിൻ്റെ അടുത്ത്. എത്ര കാലമായി അങ്ങേ കണ്ടിട്ട്? വളരെയേറെ വർഷങ്ങളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, അതെ അമ്മയെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ഞാൻ അമ്മയ്ക്കൊരു മകനുണ്ടായി, അതൊരു വിചിത്ര ശിശുവാണെന്ന് അറിഞ്ഞിട്ട് അവനെ കണ്ട അനുഗ്രഹം വാങ്ങാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയെ കണ്ടപ്പോൾ പറഞ്ഞു, ത്രിമൂർത്തികൾ 3 പേരുടെയും അംശം ചേർന്നിട്ടുള്ളതാണ് ഈ കുട്ടി എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന് പല കാര്യങ്ങളും ഇനിയുള്ള വർഷങ്ങളിൽ ചെയ്യാനുണ്ടാവും എന്നൊരു പ്രവചനം പോലെ വിശ്വകർമാവ് പറഞ്ഞു. എന്നിട്ട് താൻ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കുട്ടിക്ക് കൊടുക്കേണ്ട സമ്മാനം എന്ന് പറഞ്ഞാൽ മിഠായി കളിപ്പാട്ടമൊക്കെയാണ്. വിശ്വകർമാവ് ഒരു സഞ്ചി നിറച്ച് വെട്ടുകത്തി, കുന്തം, ഗദ, ചക്രം, ശൂലം ഇതൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം അതിഗംഭീരമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന ആയുധങ്ങളൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് മുഴുവൻ ആ കുട്ടിക്ക് കൊടുത്ത് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭാവിയിൽ ഈ ആയുധങ്ങളൊക്കെ അങ്ങേക്ക് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കുട്ടിയായതുകൊണ്ട് മാത്രം മുതിർന്ന ആൾ താൻ എന്നുള്ളതുകൊണ്ട് ഭഗവാനെ അനുഗ്രഹിക്കുകയും കൂടെ ഒന്ന് ചെയ്തിട്ട് അവിടുന്ന് പോയി. വീണ്ടും ഭഗവാൻ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോയി. ആ സമയത്താണ് മൃഗൻ എന്ന് പറയുന്ന ചെന്നായയുടെ രൂപത്തിലുള്ള അസുരൻ. മൃഗൻ എന്ന് പറഞ്ഞാൽ തന്നെ ചെന്നായ എന്നർത്ഥം. ഭീമന് ചെന്നായയുടെ വയറുള്ളതുകൊണ്ട് മൃഗോദരൻ എന്ന് പറയും. വിശപ്പൊരിക്കലും മാറില്ല, അതുകൊണ്ട് ചെന്നായയുടെ വിശപ്പാണെന്ന് ഭീമന്. അപ്പോൾ മൃഗൻ എന്നുള്ള അസുരൻ അവിടെ വന്നു. ചെന്നായയുടെ രൂപത്തിലായിരുന്നു വന്നത്.
മഹർഷിമാരുടെ പുത്രന്മാരൊക്കെ പല വഴിക്ക് ഓടിപ്പാഞ്ഞു പോയി. അവൻ്റെ ചവിട്ടും പല്ലിൽ പെട്ടിട്ടും അനവധി ജീവികൾ നശിക്കുന്നുണ്ടായിരുന്നു. ഭഗവാൻ വിശ്വകർമാവ് കൊടുത്തിട്ടുള്ള ഒരു കഠാര എടുത്തിട്ട് ആ ചെന്നായയുടെ നേരെ ചാടുകയും അതിനെ മാരകമായിട്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തതിന് ശേഷം കൈകൊണ്ട് തല്ലിക്കൊന്നു. ഇത് കണ്ടതോടുകൂടിയിട്ട് കുട്ടികൾക്കൊക്കെ ആശ്വാസമായി. ആ അസുരൻ്റെ കഥ അവിടെ കഴിയണു. അതിനുശേഷം ഒരു ദിവസം ഭഗവാന് 7 വയസ്സായപ്പോൾ അമ്മ മഹാദേവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് നമ്മുടെ മകനെ ഉപനയനം കഴിപ്പിക്കണ്ടേ, വേദങ്ങളൊക്കെ പഠിപ്പിക്കണ്ടേ, സമയമായില്ലേ എന്ന് ചോദിച്ചു. ഭഗവാൻ അതിന് സമ്മതിച്ചു. ബ്രാഹ്മണർ വേണ്ടതുപോലെ ക്രിയകളൊക്കെ ചെയ്തു. വളരെ ഭംഗിയായിട്ട് അത് വളരെ വിസ്തരിച്ചിട്ട് പറയുന്നുണ്ട്. ആ വ്രതബന്ധം ചെയ്തതിൻ്റെ വർണ്ണനയൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പുരാണത്തിൽ. എങ്ങനെയാണ് ആ പൂണൂൽ കല്യാണം നടത്തിയതെന്ന് വിസ്തരിച്ച് പറഞ്ഞു. അതിനുശേഷം 2 അസുരന്മാരെ ഭഗവാൻ വീണ്ടും വധിച്ച കഥ പറഞ്ഞു. കൃതാന്തെന്നും കാലം എന്നും പറയുന്ന പേരുള്ള 2 അസുരന്മാർ മതയാനകളുടെ രൂപത്തിൽ വന്നിട്ട് ഭഗവാന്റെ കൈകൊണ്ട് മരണം വരിച്ച കഥ പറയണു. അതിനുശേഷം ഭഗവാൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ആ സമയത്താണ് കശ്യപനും അതിഥിയും ശ്രീപരമേശ്വരനും പാർവതിയും പുത്രനായിട്ട് തൻ്റെ പുത്രൻ വിനായകൻ ഇപ്പോൾ ഗണേശനായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് കാണാൻ വരും. അവർ വന്ന സമയത്ത് അവരും ഭഗവാനെ പൂജയൊക്കെ കഴിക്കും. പൂജയൊക്കെ കഴിച്ചിട്ട് അതിഥി മകനെ എൻ്റെ മകനെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ശ്രീപാർവതിക്ക് അത് ഇഷ്ടപ്പെടില്ല. അമ്മ പറയും, അത് എൻ്റെ മകനാണ്, നിങ്ങളുടെ മകനല്ല. അപ്പോൾ അതിഥി പറയല്ല, എൻ്റെ മകനാണ്. അങ്ങനെ അതൊരു തർക്കവും. പക്ഷേ ആ തർക്കം തീർക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ എന്താ പറയുക, ദേവന്മാരാര് വിചാരിച്ചിട്ടും അതിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. അവസാനം ശിവൻ തന്നെ ഇടപെട്ടിട്ട് 2 പേരുടെയും ആ വഴക്ക് തീർത്തു കൊടുക്കുകയാണ് ചെയ്യണത്. ആര് വിളിച്ചാലാണോ കുട്ടി പോകുന്നത് അതാണ് കുട്ടിയുടെ അമ്മ എന്ന് പറയും. അതിഥി വിളിച്ചപ്പോൾ പോയില്ല, ശ്രീപാർവതിയുടെ മടിയിൽ കയറി ഇരിക്കും ഭഗവാൻ. അതോടുകൂടിയിട്ട് ആ തെറ്റ് അന്യൻ്റെ കുട്ടിയെ കണ്ട് മോഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് സ്വയം പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിട്ട് അതിഥി അവിടുന്ന് പോവുകയും ചെയ്യും. അതിനിടയ്ക്ക് ഭഗവാൻ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് പറയും, എന്നും നിങ്ങളും എനിക്ക് അച്ഛനും അമ്മയും ആയിരിക്കും എന്നൊക്കെ പറയും. പക്ഷേ ഈ ജന്മത്തിൽ എനിക്ക് അച്ഛനും അമ്മയും മഹാദേവനും ദേവിയാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ വ്യാസമഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അങ്ങ് വിനായകനെ മയൂരേശ്വൻ എന്ന പേരിലാണ് ആ ജന്മത്തിൽ അറിയപ്പെട്ടതെന്ന് പറഞ്ഞു. ഈ മയൂരേശ്വരൻ എങ്ങനെ ആ പേരുണ്ടായി, എന്ത് കാര്യമാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിൻ്റെ അവതാരോദ്ദേശം എന്തായിരുന്നു, സ്പഷ്ടമായിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ സിന്ധു എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ പറഞ്ഞിട്ടാണല്ലോ ഇത്രയും എത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നരാന്തക ദേവാന്തകന്മാരുടെ കഥ പറഞ്ഞപ്പോഴാണ് വിനായകൻ്റെ കഥ വന്നതും കാശിരാജാവിൻ്റെ കഥ വന്നതും. ഇതുപോലെ ഈ മയൂരേശ്വരൻ്റെ അവതാര കഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാതാള ലോകത്തിൽ സർപ്പരാജാവായിട്ടുള്ള ശേഷൻ ഒരു ദിവസം സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളായിട്ടുള്ള വാസുകി, കാർക്കോടകൻ, തക്ഷകൻ തുടങ്ങിയിട്ടുള്ള മഹാസർപ്പങ്ങളൊക്കെ ആ സദസ്സിലിരിക്കുന്ന സമയത്ത് ഇവരുടെയൊക്കെ അമ്മയായിട്ടുള്ള കദ്രു പാതാളത്തിലേക്ക് വന്നു. വളരെ വ്യാകുലയായി വിഷമിച്ച് ശേഷനും സർപ്പങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. അമ്മ വരണ കണ്ടപ്പോൾ അമ്മ സാധാരണ ഇങ്ങോട്ട് വരാറില്ല, കശിവൻ്റെ ആശ്രമത്തിലാണല്ലോ ഇരിക്കുക, സർപ്പങ്ങളുടെ മാതാവല്ലേ, നാഗമാതാവാണ്. അപ്പം എന്താ അമ്മേ പെട്ടെന്ന് പാതാളത്തിലേക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെറുതെ ആരും വരില്ലല്ലോ, കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ പണ്ടേ വിനതയായിട്ടുള്ള എൻ്റെ ശത്രുത ഗരുഡൻ്റെയും അരുണൻ്റെയൊക്കെ അമ്മ, അവളെ കാണാൻ ഞാൻ ഈ അടുത്ത് പോയ സമയത്ത് അവൾ ആ പഴയ വൈരം വെച്ചിട്ട് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറുകയും എന്നെ അപമാനിച്ച് ഇറക്കി വിടുകയും ചെയ്തു. മാത്രമല്ല ഞാൻ എതിർത്ത് പറഞ്ഞപ്പോൾ തൻ്റെ മകനായിട്ടുള്ള ജടായുവിനെ വിളിച്ചിട്ട്, പക്ഷികളുടെയൊക്കെ അമ്മയാണ് വിനത, തൻ്റെ മകനായിട്ടുള്ള ജടായുവിനെ വിളിച്ചിട്ട് എന്നെ അപമാനിച്ചിട്ട് പറഞ്ഞയക്കാൻ പറഞ്ഞു. ജടായു എൻ്റെ തലമുടി പിടിച്ച് വലിക്കുകയും എന്നെ പിടിച്ച് തള്ളുകയും ചെയ്തു. മഹാദുഷ്ടയായിട്ടുള്ള നിൻ്റെ മുഖം കണ്ടുപോകരുത്, നീ പണ്ട് ഞങ്ങളുടെ അമ്മയ്ക്ക് ചെയ്തിട്ടുള്ള ദ്രോഹമൊന്നും ഞങ്ങൾ ആരും മറന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഗരുഡനെ ചേട്ടനെ ഞങ്ങൾ വിളിച്ചു പറയും, എത്രയും പെട്ടെന്ന് നീ സ്ഥലം വിട്ടോ, ഗരുഡൻ ഇപ്പോൾ വരും, നിൻ്റെ കഥ കഴിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കളയണമെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ അമ്മയുടെ ദാസിയായിട്ട് നിനക്കിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നെ ആ വിധത്തിലും അപമാനിച്ച് വിട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ സഹായത്തിന് വന്നിരിക്കുകയാണ്. നിങ്ങളുടെ അമ്മയായിട്ടുള്ള എന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ ആ വിനതയ്ക്ക് നിങ്ങളാവുന്നത്ര ദ്രോഹം ചെയ്യണം, അപ്പോൾ മാത്രമേ എനിക്ക് സുഖം തോന്നുള്ളൂ എന്ന് പറഞ്ഞു. കദ്രു പൊതുവിൽ ഭയങ്കര ദ്രോഹചിന്തയുള്ള ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ
അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശേഷന് വലിയ കോപം തോന്നി. അദ്ദേഹം അങ്ങനെ ജ്വലിച്ചിട്ട് പറഞ്ഞു, വിനതയുടെ മക്കൾ അമ്മയ്ക്ക് ദ്രോഹം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യും എന്ന് പറഞ്ഞിട്ട് വാസുകി തുടങ്ങിയിട്ടുള്ള അനിയന്മാരോട് പറഞ്ഞു, ഇപ്പം തന്നെ നമുക്ക് പുറപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ വാസുകി പറഞ്ഞു, ചേട്ടൻ അവിടെ ഇരിക്കൂ, ഞാൻ പോയിട്ട് അത് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അനവധി സർപ്പങ്ങളെയും കൂട്ടിയിട്ട് വിനതയെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് പോയി. വിനത രാവിലെ ആശ്രമത്തിൽ പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കദ്രുവിൻ്റെ ഒരു സ്വഭാവം ഇല്ലാത്ത കഥ പറയും. ഏഷണി ഒരുപാടുണ്ടാക്കുന്ന ആളാണ്, ശകുനിയെ പോലെയാണ്. ശകുനിയാണല്ലോ ദുര്യോധനൻ വെള്ളത്തിൽ വീണു എന്ന് കണ്ടപ്പോൾ ദ്രൗപദി ചിരിച്ചു എന്ന കഥയുണ്ടാക്കിയത്. മഹാഭാരതത്തിൽ എവിടെയും ദ്രൗപദി ചിരിച്ചത് കാണില്ല. അത് പിൽക്കാലത്തുള്ള ആചാര്യന്മാരും കവികളും ഒക്കെ ദ്രൗപദിയുടെ തലയിൽ കെട്ടിവെച്ച് കഥകളിയിൽ വരെ ചിരിക്കലാക്കി. അന്ന് ചിരിച്ചത് കൃഷ്ണനാണ്, ഭഗവാനാണ് ചിരിച്ചത്. ദ്രൗപദി ചിരിച്ചിട്ടില്ല. ദ്രൗപദിയുടെ തലയിൽ കെട്ടിവെക്കുകയാണ് ചെയ്തു. അതിൻ്റെ ആ ഫാബ്രിക്കേറ്റർ ശകുനിയായിരുന്നു. ശകുനിയുടെ ബുദ്ധിയിലാണ് ധൃതരാഷ്ട്രരെ കൊണ്ട് ഇവരെ ചൂത് കളിപ്പിക്കാൻ വിളിക്കാനുള്ള സമ്മതം കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്തൊരു കഥയുണ്ടാക്കിയിട്ട് ധൃതരാഷ്ട്രരുടെ മനസ്സിൽ പ്രതികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അവൾ ചിരിച്ചു എന്ന്. നുണയായിട്ടാണ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ചിരിച്ചു എന്നുള്ള മാതിരി ആക്കി. മൂലഭാരതം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എവിടെയും കാണില്ല ദ്രൗപദി ചിരിച്ചതായിട്ട്, എവിടെയും കാണില്ല. അപ്പം അതുപോലെ ഇവിടെ കദ്രു ചതിച്ചതാ വിനത. ശരിക്കും വിനത രാവിലെ ആശ്രമത്തിൻ്റെ വാതിൽ ചില ശബ്ദങ്ങൾ കേട്ടിട്ട്, ചീറ്റുന്ന ശബ്ദങ്ങൾ കേട്ടിട്ട് തുറന്നു നോക്കിയപ്പോൾ പേടിച്ചു പോയി. മിറ്റവും മരത്തിലും ഉത്തരത്തിലും സകല സ്ഥലത്തും സർപ്പങ്ങൾ, ലക്ഷക്കണക്കിന് സർപ്പങ്ങൾ. ആ സർപ്പങ്ങളുടെയൊക്കെ നടുക്ക് 800 ഭണങ്ങളോട് കൂടിയിട്ട് തീക്കട്ട പോലുള്ള കണ്ണുകളോട് കൂടി ഒരുത്തം നിൽക്കണു. നോക്കുമ്പോൾ വാസുകിയാണ്. വാസുകിയുടെ ധ്യാനം തന്നെ അങ്ങനെയുള്ള ഭണാഷ്ടശതശേഖരം ധൃതസുവർണ പുഞ്ചപ്രഭം പരാഭരണ ഭൂഷണം തരുണജാലതാമ്രാംശുകം സവജ്രപരലക്ഷണം നവസരോജരക്തക്ഷണം നമാമി ശിരസ സുരാസുര നമസ്കൃതം വാസുകിം നം. ഭഗവാന്റെ രൂപമാണ്. 800 ഭണാണ് വാസുകിക്ക്, 1000 ഭണം ശേഷന്. അപ്പം അത്യുഗ്ര രൂപത്തിലുള്ള സ്വർണ്ണവർണ്ണമുള്ള സർപ്പമാണ് അദ്ദേഹം. കിടക്കുന്ന സാധാരണ ദർശനമായിട്ടൊക്കെ ഇപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലൊക്കെ അവിടുത്തെ നിർമ്മിതിയുടെ കണക്ക് വാസുകിയുടെ നീളമായിട്ടാണ് ഭഗവാൻ നിശ്ചയിച്ചത്. കൊടിമരത്തിൻ്റെയും വിഗ്രഹം തമ്മിലുള്ള നീളം ശാസ്ത്രവിരുദ്ധ പ്രകാരം ചെയ്തിട്ട് സ്ഥാപിക്കുന്ന സമയത്ത് കണ്ണിൽ മഷി എഴുതിയിട്ടുള്ള ഒരാൾ സൂക്ഷിച്ച് നോക്കിയിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ നടക്കണ്ടായിരുന്നു. അദ്ദേഹം കണ്ടു പറഞ്ഞു, ഈ കണക്കൊക്കെ തെറ്റാണ്, ഇതൊക്കെ മനുഷ്യൻ്റെ കണക്കാണ്, ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്ത് കണക്കെടുക്കേണ്ടത് ചോദിച്ചു. ആ ഉത്തരത്തിൽ ഒരു സർപ്പം കിടക്കുന്നുണ്ട് സ്വർണ്ണനൂല് പോലെ, അതിൻ്റെ നീളം എടുത്തിട്ട് ആ കണക്കിലുണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഏറ്റുമാനൂരത്തെ കണക്കുണ്ടാക്കിയിരിക്കുന്നത്. ആ ഉത്തരത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഒന്നും ഉണ്ട്. ശ്രീകോവിലിൻ്റെ ആ തട്ടിൽ വാസുകി പ്രത്യക്ഷപ്പെട്ട സ്ഥലം സ്വർണ്ണനൂല് പോലെയാണ്. എന്നപ്പോൾ വിനത ഭയന്നുപോയി. ചിന്തിക്കാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ സർപ്പങ്ങൾ മുഴുവൻ അവളെ വരിഞ്ഞു കെട്ടി. അപ്പോൾ വിനത പക്ഷിയാണ്, വിനതയ്ക്ക് ചിറകുകളുണ്ട്, വിനതയ്ക്ക് പറക്കാൻ പോലും പറ്റാണ്ട് വരിഞ്ഞു കെട്ടി ശേഷൻ്റെ മുന്നിൽ കൊണ്ടിട്ടു. മോനെ, ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എൻ്റെ മക്കളുടെ കാര്യം അറിയാമല്ലോ, അവർ ഇളകി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. നിങ്ങൾക്കിന്ന് പാതാളത്തിൽ ഇരിക്കേണ്ടി വന്നത് നിങ്ങളുടെ അമ്മ പണ്ട് എന്നോട് ചെയ്ത ദ്രോഹം കാരണമാണ്, മറക്കരുതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിനതയെ ഭർഷിച്ചു അത്ര. ശേഷം ഞങ്ങളുടെ അമ്മയെ ദ്രോഹിക്കാൻ നീ ആരാണ്? നിന്നെ ഞങ്ങൾ വെറുതെ വെച്ചേക്കില്ല, വരട്ടെ നിൻ്റെ മക്കൾ എന്ന രീതിയിൽ. ആ സമയത്ത് വിനത തൻ്റെ മകനായിട്ടുള്ള മൂത്ത മകനായിട്ടുള്ള ഗരുഡനെ, ശരിക്കും മൂത്ത മകൻ അരുണനാണ്. അരുണന് പക്ഷേ ശരീരത്തിന് താഴോട്ടേക്ക് ഫോർമേഷൻ ഉണ്ടായില്ലല്ലോ, അതുകൊണ്ട് പക്ഷികളിൽ മുതിർന്നവൻ ഗരുഡൻ. ആ ഗരുഡനെ മനസ്സിൽ ധ്യാനിച്ചു. ഗരുഡന് അറിഞ്ഞു അദ്ദേഹം വലിയ സൈന്യങ്ങളോട് കൂടിയിട്ട്, പക്ഷി സൈന്യങ്ങളോട് കൂടിയിട്ട് തൻ്റെ സഹോദരങ്ങളായിട്ടുള്ള കഴുകന്മാരായിട്ടുള്ള സമ്പാദിയും ജടായുവിനെയും ഒക്കെ കൂട്ടിയിട്ട് അവിടേക്ക് എത്തി. അവറ്റകളുടെ ചിറകടിയുടെ ശക്തി തന്നെ 3 ലോകവും വിറച്ചു എന്നാണ് പറയുന്നത്. ആ പക്ഷികളുടെ സർപ്പങ്ങളൊക്കെ വിഷം ചീറ്റാൻ തുടങ്ങി. ഇങ്ങനെ പക്ഷികളും സർപ്പങ്ങളും തമ്മിൽ അതിഘോരമായിട്ടുള്ളൊരു യുദ്ധം നടന്നു. കൊത്തുക, കടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ യുദ്ധത്തിൽ സർപ്പങ്ങൾ ജടായുവിനെയും സമ്പാദിയും വിഷങ്ങൾ ചീറ്റിയിട്ട് മോഹിപ്പിച്ച് ബന്ധിച്ചു. ഈ സമയത്ത് അമ്മയെ മോചിപ്പിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കാൻ പോയിട്ട് വന്ന ഗരുഡൻ ഈ യുദ്ധം കണ്ടിട്ട് അതിക്രൂരനായിട്ട്, ഗരുഡൻ്റെ മുന്നിൽ ഇവരാരൊന്നും ഒന്നുമല്ലല്ലോ, അദ്ദേഹം പാമ്പുകളെ മുഴുവൻ ഉന്മൂലനാശം വരുത്താൻ തുടങ്ങി. കടിച്ച് കീറി കോത്തി എറിഞ്ഞ് ആ വിധത്തിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടത്തി സർപ്പങ്ങളെ മുഴുവൻ കീഴടക്കി. വാസുകിയുടെ പുറകെ പിന്നെ ഗരുഡൻ്റെ നോട്ടം. വാസുകിയെ പിടിക്കണം എന്ന് കരുതിയിട്ട് വാസുകിയുടെ പുറകെ വെച്ച് പിടിച്ചു. വാസുകിയും ഗരുഡനും തമ്മിൽ വലിയൊരു യുദ്ധം നടന്നു. വാസുകിയുടെ വിഷം പുറത്തേക്ക് വമിച്ചപ്പോൾ അതിൽ ഗരുഡൻ
മൂർച്ഛിച്ചു പോയി എന്നാണ്. അദ്ദേഹത്തിനെ പിടിച്ച് കെട്ടി പാതാളത്തിലുള്ളൊരു ഗുഹയിൽ കൊണ്ടുപോയിട്ട് വാസുകി അടച്ചിട്ടു. വിനത ഈ വിവരം അറിഞ്ഞ് വിഷമിച്ചിട്ട് കശ്യപൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉണ്ടായ വസ്തുക്കളൊക്കെ പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നെ രാവിലെ ആശ്രമത്തിൽ നിന്ന് സർപ്പങ്ങൾ വന്ന് തട്ടിക്കൊണ്ടുപോയി, ഇപ്പോൾ ഈ അവസ്ഥയായി, ഗരുഡനെ പാതാളത്തിൽ ഗുഹയിലിട്ട് അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. കശ്യപൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എനിക്ക് നിൻ്റെ മനസ്സിൻ്റെ സങ്കടം മനസ്സിലാവുന്നുണ്ട്, ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും. നീലകണ്ഠൻ എന്ന ഭാവത്തിൽ നിനക്കൊരു മകനുണ്ടാവും, നീലക്കഴുത്തുള്ള ഒരു മകൻ, അതാണ് നീലകണ്ഠൻ. ശിവൻ്റെ അവതാരമാണോ അവന് തോന്നിപ്പോവും കണ്ട. അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സർപ്പങ്ങൾ ഭയന്നിട്ടോടും. അവൻ്റെ മേലെ കയറിയിട്ട് ഗണേശൻ ഭൂഭാരമകറ്റാനായിട്ട് സഞ്ചരിക്കും. ആ സമയത്ത് പാമ്പുകളുടെ സർപ്പങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് ഗരുഡനും മറ്റ് പക്ഷികളും ഒക്കെ മോചിപ്പിക്കപ്പെടും, സമ്പാദിയും ജടായും ഒക്കെ മോചിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞു. അതിനുശേഷം വൈകാണ്ട വിനത ഗർഭം ധരിച്ചു. എന്നിട്ട് ഒരു അണ്ഡത്തെയാണ് പ്രസവിച്ചത്. ആ അണ്ഡത്തിനെ വിരിയിക്കാനായിട്ട് മുട്ടയെ വിരിയിക്കാനായിട്ട് അവൾ അടയിരിക്കാൻ തുടങ്ങി. പക്ഷിയാണല്ലോ. മൺകുടത്തിനെ, ആ അണ്ഡത്തിനെ എടുത്തിട്ട് ഒരു മൺകുടത്തിൽ സ്ഥാപിച്ച് അതിനെ മരവുരിയിൽ പൊതിഞ്ഞ് ഭൂമിയിൽ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ അടയിരിക്കാൻ തുടങ്ങി. ഭഗവാൻ 7 വയസ്സ് കഴിഞ്ഞ് 8 വയസ്സായപ്പോൾ പ്രഭാതത്തിൽ കുളി കഴിഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് ഒപ്പം ഭഗവാൻ വേദാധ്യയനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വളരെ രസമാണ്. പുരാണത്തിൽ ഭഗവാൻ അവരെ കൊണ്ട് ഋക്ക് ചെല്ലിക്കും, ഭഗവാനും ചെല്ലും, പിന്നെ യജുസ് ചെല്ലിക്കും, എന്നിട്ട് അതും ഭഗവാൻ ചെല്ലും. പിന്നെ ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള സാമവേദം ഭഗവാൻ അങ്ങോട്ട് വിസ്തരിച്ചിട്ട് സ്വരാലാപനത്തോടിട്ട് അങ്ങോട്ട് ചെല്ലണതൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 4 വേദങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ ജന്തുവിൻ്റെ രൂപത്തിൽ ഒരു അസുരൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. കലപ്പ പോലെയുള്ള പല്ലുകൾ, കിണർ പോലെയുള്ള മൂക്ക്, തടാകം പോലെയുള്ള 5 കണ്ണുകൾ, 3 മുഖം, 2 വാല്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഏത് ജീവിയാണെന്നറിയാത്ത വിധത്തിലുള്ളൊരു വിചിത്ര വസ്തു. അതിനെ പിടിച്ചു കെട്ടാൻ പലരും നോക്കിയെങ്കിലും ആർക്കും അതിനെ പിടിക്കാൻ സാധിച്ചില്ല. അത് ഗർജിച്ചുകൊണ്ട് ഭഗവാന്റെ നേരെ വന്നു. ഭഗവാൻ തൻ്റെ കയ്യിലുള്ള പാശം എന്ന ആയുധത്തിനെ കൊണ്ട്, ഗണപതിയുടെ കയ്യിൽ എപ്പോഴും പാശവും തോട്ടിയുണ്ടാവും, കയറും തോട്ടി, ആ കയറുകൊണ്ട് അതിനെ ബന്ധിക്കാൻ നോക്കി. അവസാനം അതിനെ കയറുകൊണ്ട് മുറുക്കി കഴുത്ത് മുറിച്ചു കൊന്നു അതിനെ. അങ്ങനെ അപ്പോഴാണ് അവനവൻ്റെ യഥാർത്ഥ അസുരരൂപത്തിൽ മരിച്ചു വീണത്. കുട്ടികൾ ഓടിയെത്തിയിട്ട് ആ ജന്തുവിൻ്റെ വിവിധമായിട്ടുള്ള അവയവങ്ങളിലൊക്കെ ജീവനുണ്ടോ എന്ന് കുത്തി നോക്കി എന്ന് പറയണു. ഇതേ സമയത്ത് ഈ രംഗങ്ങളൊക്കെ നടക്കണതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് വിനത അടയിരിക്കുന്ന സ്ഥലമായിരുന്നു. കുട്ടികൾ ഈ അസുരനെ കൊന്നതിന് ശേഷം ഭഗവാനും കുട്ടികളും കൂടെ ഓടിപ്പോകുന്നത് വിനത കണ്ടപ്പോൾ, പക്ഷികൾക്ക് അങ്ങനെയാണല്ലോ, മുട്ടയ്ക്ക് അടയിരിക്കുമ്പോൾ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാൻ വന്നാൽ അവർ വന്ന് കൊത്തി ഓടിക്കാൻ നോക്കും. അത് അവരുടെ ഒരു സഹജ സ്വഭാവമാണ്. രക്ഷിക്കാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം അവൾ ഈ കുട്ടികൾ തൻ്റെ ആ അടയിരിക്കണ മുട്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഇവരെ വിരട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ചിറകടിച്ചിട്ട് ചീറി ഇവരുടെ നേരെ വന്നു. അവളുടെ ചിറകിൻ്റെ കാറ്റുകൊണ്ട് ജന്തുക്കളും വൃക്ഷങ്ങളൊക്കെ തെറിച്ചുപോയി. ഗണപതി ഭഗവാൻ ആ സമയത്ത് ഇവളിങ്ങനെ കുട്ടികളുടെ പുറകെ ഓടുന്ന കണ്ടപ്പോൾ ഭഗവാൻ മറ്റൊരു മാർഗത്തിൽ കൂടെ കറങ്ങി വന്നിട്ട് ഈശ്വരപ്രേരണ കൊണ്ട് ആ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോഴിമുട്ടയിൽ ആ മുട്ട എടുത്തു, ആ പക്ഷിയുടെ മുട്ട എടുത്തു. മുട്ട കയ്യിലെടുത്ത ഉടനെ തന്നെ അത് പൊട്ടി. മുട്ട പൊട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നീല നിറമുള്ള കഴുത്തുള്ളൊരു പക്ഷി പുറത്തേക്ക് വന്നു. മയിൽ, അങ്ങനെയാണ് അത്ര ഉണ്ടായത്. മയൂരം പുറത്തു വന്നത്. ആ പക്ഷി ഭയങ്കരമായിട്ട്, അതിൻ്റെ പേര് ശിഖണ്ഡി. ശരിക്കും ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മയിലിനാണ്. ആ മയിൽ ആദ്യം വളരെ ക്രൂരമായിട്ട് വിനായകനെ ആക്രമിക്കുകയും ഗണപതിയെ ആക്രമിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഭഗവാൻ അതിനെ കീഴ്പ്പെടുത്തി അതിൻ്റെ മുതുകിൽ കയറി അതിനെ മെരുക്കി സഞ്ചരിച്ചു. അങ്ങനെ ആ മയിൽ ഭഗവാന്റെ സേവകനായി. കശ്യപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനതയുടെ ആ മുട്ട തകർക്കണവൻ കദ്രുവിൻ്റെ സന്താനങ്ങളായിട്ടുള്ള സർപ്പങ്ങളുടെ പിടിയിൽ നിന്ന് വിനതാപുത്രന്മാരായിട്ടുള്ള ഗരുഡനെയും ജടായുവിനെയും ഒക്കെ മോചിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് വിനതയ്ക്ക് ഓർമ്മ വന്നത്. വിനതയും ശിഖിയും, അതായത് ഈ മയിലും ഭഗവാനെ നമസ്കരിച്ചു. എന്നിട്ട് വേണ്ട വരങ്ങളൊക്കെ ഭഗവാൻ കൊടുത്തു. അമ്മയെ എനിക്കറിയാം, അമ്മയുടെ വിഷമം അറിയാം, ഞാനത് മനഃപൂർവ്വമാണ് ആ മുട്ട പൊട്ടിച്ച് ഇവനെ പുറത്തു കൊണ്ടുവന്നത്, ഞാൻ അമ്മയുടെ മക്കളെ മോചിപ്പിക്കുന്നതാണ് എന്ന് സത്യം ചെയ്തു കൊടുത്തു. അതിനുശേഷം പക്ഷിയോട് ചോദിച്ചു, മയിലിനോട് നിനക്ക് എന്ത് വരാ വേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ പേരിനോട് ചേർത്ത് അവിടുന്നും അറിയപ്പെടണം, ഈ സ്ഥലവും അറിയപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ പേരിനോട് ചേർത്തിട്ട് അറിയപ്പെട്ടു. മയൂരത്തിൻ്റെ പേരിനോട് ചേർത്ത് അറിയപ്പെട്ടതുകൊണ്ട് ഗണപതിക്ക് മയൂരേശൻ എന്നും പേരും. ആ സ്ഥലം
മയൂരേശ്വരൻ എന്നുള്ള പേരുമായിട്ട് 3 ലോകത്തിലും അറിയപ്പെട്ടു. അതാണ് ഇന്നത്തെ മായാവാരം, മയിലാടുതുറൈ, തമിഴ്നാട്ടിൽ. അവിടെയാണ് തിരുച്ചെങ്കട്ടാംകുടിയിലത്തെ ആ ഗണപതി ഇരിക്കുന്നത്. വാതാപി ഗണപതി എന്ന് മുത്തുസ്വാമി പാടിയ ആ വാതാപി ഗണപതി ഇരിക്കുന്നത് അവിടെയാണ്. 9ാമത്തെ വയസ്സായപ്പോൾ ഭഗവാൻ അത്ഭുതകരമായിട്ട് മറ്റൊരു പ്രവൃത്തി ചെയ്തു. അദ്ദേഹം ഒരു ദിവസം ഈ ശിഖണ്ഡിയുടെ തോളത്ത് കയറിയിട്ട്, മയിലിൻ്റെ തോളത്ത് കയറിയിട്ട് 4 ആയുധങ്ങളും 4 കൈകളിൽ പിടിച്ചിട്ട് കളിസ്ഥലത്തേക്ക് പോയി. കുട്ടികൾ ഭഗവാൻ വരണം കണ്ടപ്പോൾ ജയജയകാരം മുഴക്കിയിട്ട് ഭഗവാനെ സ്വീകരിച്ചു. അവർ കുറച്ച് ദൂരെയുള്ള ഒരു വലിയ തടാകത്തിൽ കുളിക്കാൻ പോയി. അതിന് 5 യോജന വിസ്താരമായിരുന്നു. 1 യോജന 13 കിലോമീറ്റർ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓർക്ക്. അപ്പോൾ അതിൻ്റെ വലിപ്പം എന്താണെന്ന് നമുക്കൊന്ന് കണക്കാക്കി ചിന്തിക്കാം. അങ്ങനെ ചില കുട്ടികൾ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഉയരത്തുനിന്ന് വെള്ളത്തിലേക്ക് എടുത്തിയാടി. ചില കുട്ടികൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പേടിച്ചിട്ട് കരയിൽ തന്നെ നിന്നു. ആ പൊയ്കയുടെ കരയിൽ ഒരു മാവ് നിൽക്കുന്ന കണ്ടു ഒരാൾ. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി. അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലത്തെ ഒരു ശാഖ ഒടിഞ്ഞിട്ട് കുറേ കുട്ടികൾ വെള്ളത്തിൽ വീണു. ഈ കൂട്ടത്തിൽ ഗണപതി ഭഗവാനും ഉണ്ടായിരുന്നു. ഭഗവാൻ മാങ്ങ കണ്ടപ്പോൾ കൊതി പിടിച്ചിട്ട് കയറിയതാണ്. മൂപ്പരുടെ വെയിറ്റ് മാങ്ങയുടെ ചില്ലയ്ക്ക് താങ്ങിയില്ല, ഒക്കെ കൂടെ പൊളിഞ്ഞ് താഴെ വീണു. അങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ വീണു. ബാക്കിയുള്ളവരൊക്കെ കരയ്ക്ക് കയറിയപ്പോൾ ഭഗവാനെ കാണാനില്ല. നോക്കുമ്പോൾ ആൾ വെള്ളത്തിൽ താഴ്ന്നു പോയിരിക്കുന്നു. കുറേ നേരം അവർ അവിടെയൊക്കെ നീന്തി നോക്കി, ഗണപതിയെ കിട്ടിയില്ല. ഇനി വീട്ടിൽ പോയിട്ട് ശ്രീപാർവതിയുടെ അടുത്ത് എന്താ പറയുക എന്നറിയാണ്ട് വിഷമിച്ചു. അഗാധമായിട്ടുള്ള തടാകമാണ്. അവിടെ കൂടുതൽ ദൂരത്തേക്ക് പോകാൻ അവർ പേടിച്ചിട്ട് സാധിച്ചില്ല. ശ്രീപരമേശ്വരൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ കരയാൻ തുടങ്ങി. ആ സമയത്താണ് അവർക്കറിയാത്തൊരു കാര്യം അപ്പുറത്ത് നടന്നുകൊണ്ടിരുന്നത്. കുതിരയുടെ ആകൃതിയുള്ളൊരു അസുരൻ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ വന്നിട്ട് ഗണപതിയെ പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അവൻ്റെ ചെവിയിൽ കടന്നു പിടിച്ചിട്ട് അവൻ്റെ പുറത്ത് ജലത്തിൻ്റെ ഉള്ളിൽ തന്നെ ചാടിക്കയറി. ഭഗവാന്റെ ഭാരം കൊണ്ട് അശ്വരൂപിയായിട്ടുള്ള അസുരൻ വല്ലാണ്ട് വിഷമിച്ചു. അത് ജലത്തിൻ്റെ അടിയിൽ കുറേ സമയം യുദ്ധം നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ നിവൃത്തിയില്ലാണ്ട് കരയിലേക്ക് കയറി വന്നു. പെട്ടെന്ന് ഇവരെല്ലാവരും വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് ഈ കുട്ടികൾ തിരിച്ച് നടക്കുന്ന സമയത്താണ് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കുതിരയും ആ കുതിരയുടെ മുകളിൽ ഭഗവാനുമായിട്ട് അങ്ങോട്ട് കയറി കരയിലേക്ക് അങ്ങോട്ട് വന്നു. കരയിലേക്ക് വലിച്ചിട്ടിട്ട് ഭഗവാൻ അവനെ അടിച്ചു കൊന്നു. അത് കഴിഞ്ഞ് ആ മയിലിൻ്റെ പുറത്ത് കയറിയിട്ട് ഒരു വലിയ ഘോഷയാത്രയായിട്ട് ഇവരെല്ലാവരും മുനിവാടത്തിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഭഗവാൻ ഈ ജലത്തിൽ വെച്ചിട്ട് ഈ മനുഷ്യൻ്റെ മുഖവും രൂപമൊക്കെയാണല്ലോ ഭഗവാൻ അതിസുന്ദരനായിട്ടുള്ളൊരു കുട്ടിയായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ താഴെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് പാതാളത്തു നിന്നുള്ള നാഗകന്യകമാർ ഭഗവാനെ കണ്ടിട്ട് മോഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു. അവർ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇപ്പം എനിക്കതിനൊന്നും സാധ്യമല്ല, ഞാൻ ശിവൻ്റെ പുത്രനാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നെ കാണാണ്ട് വിഷമിക്കും, മാത്രമല്ല കൂട്ടുകാർ കാത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ നാഗകന്യകമാരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് അത്ര ഭഗവാൻ തിരിച്ച് ആശ്രമത്തിലേക്ക് എത്തിയത്. അനേക രൂപങ്ങളാണ് ഭഗവാൻ എടുത്തുകൊണ്ടിരുന്നത് ഓരോ കാലത്തും. മയൂരേശ്വരൻ നാഗകന്യകമാരുടെ ഗൃഹത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ച് അവരുടെ സൽക്കാരത്തിൽ പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചേർന്നു. അവർ നമസ്കരിച്ചു ഭഗവാനെ. ഇന്ന് നാഗലോകം അങ്ങയുടെ വരവ് കൊണ്ട് ധന്യമായി, ഇവിടെ വസിക്കണം, ഞങ്ങളും ധന്യരായിരിക്കുന്നു, ഞങ്ങളുടെ മനസ്സ് വളരെയധികം സന്തോഷമുള്ളതായി, അങ്ങേക്ക് ആഗ്രഹമുള്ളതൊക്കെ ഇവിടെ കിട്ടും, അതുകൊണ്ട് അങ്ങ് ഇവിടുന്ന് ഒരിക്കലും പോരുത്, എപ്പോഴും ഞങ്ങളുടെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് അങ്ങനെ നിങ്ങളോട് തന്ന വാക്ക് പാലിക്കാൻ ഞാൻ വന്നു എന്ന് മാത്രം. എൻ്റെ അമ്മ എന്നെ പിരിഞ്ഞിരിക്കില്ല, ഞാൻ ചെല്ലാണ്ട് അമ്മ ആഹാരവും കഴിക്കില്ല, അതുകൊണ്ട് എനിക്കിനിപ്പോൾ ഇവിടുന്ന് കഴിച്ചത് മാത്രമല്ലാണ്ട് വീട്ടിൽ പോയി ഇനി ആദ്യം കഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ മക്കളാണ്? നിങ്ങളുടെ അച്ഛനെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ സാക്ഷാൽ വാസുകിയാണ്, അങ്ങയുടെ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആളുടെ മക്കൾ തന്നെയാണ് ഞങ്ങൾ. അദ്ദേഹത്തിനെ കാണാൻ ബ്രഹ്മാദികളും മഹർഷിമാരൊക്കെ പാതാളത്തിൽ വരാറുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുന്ന വിഷജ്വാലയിൽ 3 ലോകങ്ങളും നശിച്ചു പോകും. രത്നസിംഹാസനത്തിൽ സർപ്പങ്ങളോടൊപ്പം അദ്ദേഹം സഭാമണ്ഡപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂർധാവിലൊരു രത്നമുണ്ട്, ആ രത്നത്തിൻ്റെ പ്രഭ കൊണ്ടാണ് എല്ലാ ദിക്കുകളിലും ശോഭയുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഗണപതി പറഞ്ഞു, എനിക്ക് കാണണം അച്ഛനെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാസുകിക്ക് ഗർവത്തോടു കൂടിയിട്ട് ഗണപതിയെ കണ്ടപ്പോൾ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ സമയത്ത് ഭഗവാൻ വളരെ കളിയായിട്ട് ചെന്നിട്ട് തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന സർപ്പമാണെന്നുള്ള ഭാവത്തിലാണ് ഗണപതി കാണുന്നത്. വാസുകി താൻ വലിയ സർപ്പരാജാവാണെന്നുള്ള ഭാവത്തിലാണ് ഗണപതിയെ
നോക്കിക്കണ്ടത്. പക്ഷേ ഗണപതി അതൊന്നും കാണാണ്ട് വളരെ അടുത്ത് ചെന്നിട്ട് ഈ കുട്ടികൾ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്ന മാതിരി നേരെ ചെന്നിട്ട് വാസുകിയുടെ തലയിലുള്ള ആ രത്നത്തിനെ കൈകൊണ്ട് ഒരൊറ്റ പറിച്ചങ്ങോട്ട് എടുത്തു. വാസുകി വേദന കൊണ്ട് അങ്ങോട്ട് പൊളഞ്ഞു പോയി. കാരണം ജന്മനാ ശിരസിലുള്ള രത്നമാണ്. അതിനെ വന്നിട്ട് ആ നാഗമാണിക്യത്തിനെ ഗണപതി അങ്ങോട്ട് പറിച്ചെടുത്തു. പാതാളം മുഴുവൻ ഇരുട്ടിലായിപ്പോയി. കാരണം പാതാളത്തിൽ വേറെ ലൈറ്റില്ല. അപ്പോൾ ഈ ലൈറ്റിലാണ് പാതാളം മുഴുവൻ പ്രകാശിക്കുന്നത്. വാസുകി വേദനിച്ചിട്ട് തലയിട്ട് വെട്ടിയപ്പോൾ സകല പർവ്വതങ്ങളും പാതാളവും സ്വർഗമൊക്കെ കുടുങ്ങിയെന്നാണ് പറഞ്ഞു. ഭഗവാൻ ഒരു കൈ കൊണ്ട് വാസുകി എടുത്തിട്ട് തൻ്റെ കഴുത്തിൽ അങ്ങോട്ട് ചുറ്റിയിട്ടു. അങ്ങനെ ചുറ്റിയിട്ടപ്പോൾ ബാക്കി സർപ്പങ്ങളൊക്കെ വന്നിട്ട് നമസ്കരിച്ചിട്ട് രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ അനങ്ങിയില്ല. ശേഷൻ്റെ അടുത്ത് അവർ പരാതിപ്പെട്ടു, വാസുകിയെ പിടിച്ചത് ആ കഴുത്ത് ചുറ്റിയിട്ടിരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് വിഷം തുപ്പിക്കൊണ്ട് ശേഷൻ വാസുകിയെ മോചിപ്പിക്കാനായിട്ട് വന്നു. എൻ്റെ അനിയൻ വാസുകിയെ തൊട്ടത് ആരാ, നിൽക്കടാ എന്ന് പറഞ്ഞു. ഭഗവാൻ തിരിച്ച് നടക്കുമ്പോൾ, കാരണം ഭഗവാന്റെ നേരെ എല്ലാ വശത്തുനിന്നും സർപ്പങ്ങൾ അങ്ങോട്ട് വളഞ്ഞു എന്നാണ് പറയണത്. ഭഗവാൻ എന്ത് ചെയ്തു, ഈ ശിഖണ്ഡിയുടെ മയിലിൻ്റെ തലയിൽ കൈവച്ചിട്ട് തലോടിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. മയിലിനോട് കയറിയിട്ട് അങ്ങോട്ട് ആക്രമിച്ചോളാൻ പറഞ്ഞു. ഈ മയിൽ സർപ്പങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ തുടങ്ങി. പലരും മയിലിനെ കൊത്താൻ നോക്കി. ഒരു അംശം പോലും വിഷം ആ മയിലിനെ ഏറ്റില്ല. അനവധി സർപ്പങ്ങളെ ആ മയിൽ കൊത്തി തിന്നു. ശേഷൻ ശിഖണ്ഡിയുടെ നേരെ വന്നിട്ട്, അത് മയൂരത്തിൻ്റെ നേരെ വന്നിട്ട് തീവ്രമായിട്ടുള്ള വിഷത്തെ ചീറ്റി. അത് ഏറ്റിട്ട് മയിൽ ബോധം കെട്ട് വീണു. ആ സമയത്ത് ഭഗവാൻ തൻ്റെ വിരാട് രൂപം കാണിച്ച് ശേഷനെ ഭയപ്പെടുത്തി അതിൻ്റെ ഭണങ്ങളിൽ ചാടിക്കേറിയിട്ട് കാളിയമർദ്ദനം ചെയ്തതുപോലെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ശേഷൻ ഭഗവാന്റെ ചവിട്ടുകൊണ്ട് അഹങ്കാരം നശിച്ചു. തടവിലാക്കിയിരുന്ന സമ്പാദിയും ജടായുവിനെയും ഗരുഡനെയും മോചിപ്പിച്ചിട്ട് ഭഗവാന്റെ മുന്നിലെത്തിച്ചിട്ട് ക്ഷമ ചോദിച്ചു. എല്ലാവരും ഭഗവാനെ സ്തുതിച്ചു. പാതാളത്തുനിന്ന് ആ സമയത്ത് ഭഗാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ ഭൂമിയിലെത്തിയിട്ട് ഭഗവാന്റെ വഴി തടഞ്ഞു. തൻ്റെ കയ്യിലുള്ള മഴു കൊണ്ട് ഭഗവാൻ ഭഗാസുരൻ്റെ കണ്ഠം മുറിച്ച് അവനെയും വധിച്ചു. ഈ വിധത്തിൽ അനവധി അസുരന്മാരെ വധിക്കുകയും സർപ്പങ്ങളുടെ അഹങ്കാരം മാറ്റുകയും ചെയ്തു ഭഗവാൻ. ബാലന് 10 വയസ്സായ സമയത്ത് ഒരു ദിവസം അവൻ അച്ഛനമ്മമാരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ശിവൻ്റെ ഗണദേവതകളും അതുമാതിരി പാർവതിയുടെ തോഴിമാരും ആ സ്ഥലത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഭഗവാൻ സന്തോഷിച്ചിട്ട് നൃത്തം ചവിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗൗതമൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാർ ശിവനെ വന്ന് കാണുക, നമസ്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരിങ്ങനെ പറഞ്ഞു, മഹാദേവ, അങ്ങയുടെ മകനോടത്ത് അവിടുന്ന് ഇവിടെ കഴിയുടെ കാലം വരെ അസുരന്മാരുടെ ഉപദ്രവം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് എവിടേക്കെങ്കിലും മാറി താമസിക്കുക. ഈ കുട്ടി എവിടെ കൊണ്ട് താമസിപ്പിച്ചാൽ അവിടെ അസുരന്മാരുടെ പ്രശ്നമാണ്. കാശിരാജ്യത്തും ഇതായിരുന്നു പ്രശ്നം. ത്രിസന്ധ്യാപുരത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ഭഗവാൻ മഹാദേവൻ കുടുംബത്തോടു കൂടി വന്ന് അവിടെ താമസാക്കിയതോടുകൂടി അവിടുന്ന് അസുരന്മാർ ഒഴിഞ്ഞ നേരമില്ല എന്നായി. അവർ ഏത് നേരവും വന്ന് ഭഗവാനെ കൊല്ലാൻ ഉപദ്രവം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കും സമാധാനത്തോടു കൂടി തപസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദയവ് ഇത് ഇവിടുന്ന് ഈ കോളനിയിൽ നിന്ന് താമസം മാറ്റിത്തരണം. നിങ്ങളുടെ മകൻ കാരണം ഞങ്ങളുടെ കോളനിയിൽ യാതൊരു സമാധാനം ഇല്ലാണ്ടായിരിക്കണം. പുറത്തുനിന്ന് ഓരോരുത്തർ ഇവരെ തല്ലാൻ കൊട്ടേഷൻ ടീമുകൾ വരുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചോളൂ, ഞങ്ങൾ ഇവിടുന്ന് മൊത്തം എല്ലാവരും മാറിപ്പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് അവിടുന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഋഷിമാരെ, നിങ്ങൾക്ക് ഒരാപത്ത് വന്നപ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തിനും മനസ്സിന് ഒരു ബലം കിട്ടാനുമാണ് ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ വന്ന് താമസിച്ചത്. അല്ലാതെ കൈലാസം വിട്ട് വരണമെന്ന് ആഗ്രഹിച്ചിട്ടല്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിവിടെ വന്ന് താമസിക്കാൻ ഇടയായത്. ഇതിനിടയിൽ അനവധി തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, എനിക്കറിയാം. അതൊക്കെ തന്നെ നിങ്ങൾ ആരുടെ കാരണമാണോ ഈ തടസ്സങ്ങളും ആക്രമണങ്ങളും വന്നു പറയണത് അവൻ തന്നെ നിങ്ങൾക്ക് പരിഹരിച്ച് തന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് അവൻ കാരണം ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങൾ പോയിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു പോയിക്കോളാം. എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. ഞാൻ ലോകത്തിൽ എവിടെ പോയാലും സുഖമായിട്ട് ജീവിക്കുന്ന ആളാണ്. എനിക്ക് മേലെ ആകാശം താഴെ ഭൂമിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും കൂടെ എവിടേക്കാച്ചാൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ അവരെ ആശ്വസിപ്പിച്ചു. ഇവരൊക്കെ ഹാവു ഇനിയിപ്പോൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകണ്ടല്ലോ, മഹാദേവൻ തന്നെ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറഞ്ഞു എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോയി. ഭഗവാൻ വീട്ടിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഉമേ, നമ്മളിവിടെ താമസിക്കുന്നത് ഇനി ഉചിതമല്ല. കാരണം ഇവൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ കുട്ടിയെ അന്വേഷിച്ചിട്ട് അനവധി അസുരന്മാർ വരുന്നത് ഇവിടെ മഹർഷിമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നമ്മൾ അവരുടെ വശവും മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് എനിക്കറിയാം നിനക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു, ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് നിനക്ക്, അയൽ വീടുകളിലും അതും ഇതൊക്കെ. പക്ഷേ എന്നാലും നമുക്ക് ഇവിടുന്ന് വിട്ടു പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ അമ്മയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. അങ്ങനെ
ഭഗവാൻ വീട് ഷിഫ്റ്റ് ചെയ്യാനുള്ള പാക്കിങ്ങൊക്കെ തുടങ്ങി. സാധനങ്ങളൊക്കെ എടുത്തു, ഭൂതഗണങ്ങളെയൊക്കെ വിളിച്ചു, വണ്ടികളൊക്കെ കൊണ്ടുവന്നു, വീട്ടു സാമാനങ്ങളൊക്കെ അതിൽ കയറ്റി. കാളപ്പുറത്തേക്ക് ഭഗവാൻ കയറി, ഗണപതി മയിൽ വാഹനത്തിൽ കയറി, അമ്മ സിംഹത്തിൻ്റെ പുറത്തുമായിട്ട് അങ്ങനെ യാത്ര ചെയ്തു. സ്ത്രീജനങ്ങളൊക്കെ അവരുടെ കൂടെ പോയി. തെക്കേ ദിക്കിലേക്ക് അത്ര അവർ പോയത്, കൂടുതൽ തെക്കേ ദിക്കിലേക്ക്. പക്ഷെ വഴിമധ്യത്തിൽ 12 അക്ഷൗഹിണി സൈന്യമായിട്ട് പൊടി പറത്തിക്കൊണ്ട് ഒരു ഭയങ്കരനായിട്ടുള്ള ഒരു അസുരൻ നിൽക്കുന്നത് കണ്ടു. കമലാസുരൻ എന്നായിരുന്നു അവൻ്റെ പേര്. ചതുരംഗ പടയോട് കൂടിയിട്ടാണ് അവൻ വന്നിരുന്നത്. ആന, കുതിര, തേര്, കാലാള് ഇങ്ങനെയൊക്കെയുള്ള അതിഗംഭീരമായിട്ടുള്ള സൈന്യത്തോട് കൂടിയിട്ട് മഹാദേവനെ വരെ എതിരിടാൻ തയ്യാറായിട്ടാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മുൻകൂട്ടി തന്നെ ഭഗവാന് വിവരം കിട്ടി. ഭൂതഗണങ്ങൾ മുന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂതഗണങ്ങൾ, പൈലറ്റ് വണ്ടികളുണ്ടാവുമല്ലോ, അവർ വന്നിട്ട് പറഞ്ഞു, വഴിയിൽ ഇങ്ങനെ ഒരു വലിയ സൈന്യം നിൽക്കുന്നുണ്ട്, ഒരു മല കടന്നു കഴിഞ്ഞാൽ ആ മലയിടുക്കിൽ ഒരു വലിയ സൈന്യം നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ശങ്കാസുരൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ്റെ ബന്ധുവായിരുന്നു ഈ കമലൻ എന്ന് പറയുന്ന അസുരൻ. പണ്ട് മഹാദേവനെ ഭയന്നിട്ട് ഓടി രക്ഷപ്പെട്ടവനാണ് അവൻ. അപ്പോൾ അവൻ്റെ ബന്ധുവാണ് ഈ കമലൻ എന്ന് പറയുന്ന അസുരൻ. അങ്ങനെ ഭഗവാൻ ആ പർവ്വതത്തിൻ്റെ ശിഖരത്തിൻ്റെ മുകളിലേക്ക് ഭൂതഗണങ്ങളോടുകൂടി എത്തിയപ്പോൾ അടുത്ത പർവ്വതത്തിൻ്റെ താഴ്വരയിലായിട്ട് ഈ വലിയ കടൽ പോലെ കിടക്കുന്ന കമലാസുരൻ്റെ സൈന്യത്തിനെ കണ്ടു. ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഉചിതമല്ല. കാരണം നമ്മളെ ആൾക്കാർ എണ്ണം കുറവും അവന്മാർ വളരെ അധികമുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് പറഞ്ഞു. എന്ന് വെച്ചിട്ട് നമുക്കൊരു ആപത്ത് വരുന്നു ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കൂടെ മയൂരേശ്വരനായിട്ടുള്ള ഗണപതി ഉള്ളപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പോയപ്പോൾ ഭഗവാന്റെ കൂടെ ചില മഹർഷിമാർ അങ്ങേ ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല അവരുടെ കൂടെ പോയിട്ടുണ്ട്. ഈ കോളനിയിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ, അവരെയും ഭഗവാൻ ആശ്വസിപ്പിച്ചു. മഹർഷിമാരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാപത്തും വരാണ്ട് എന്നെ ആശ്രയിച്ച് വന്നിട്ടുള്ളവരാ നിങ്ങൾ. ഞങ്ങൾക്കൊക്കെ ജീവഹാനി എന്തെങ്കിലും ഭൂതഗണങ്ങൾക്കുണ്ടായാൽ പോലും നിങ്ങൾക്കൊരു പ്രശ്നവും വരാണ്ട് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് മകനായിട്ടുള്ള മയൂരേശ്വരൻ്റെ അടുത്ത് പറഞ്ഞു, മഹാസേന കണ്ടില്ലേ മോനെ, ആ കമലാസുരൻ്റെ സൈന്യമാണ്. നീ അനുവാദം തന്നാൽ ഞാൻ പോയിട്ട് യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. നീ അനുവാദം തന്നാൽ ഞാൻ പോയി യുദ്ധം ചെയ്യാം എന്ന് വെച്ചാൽ വിജയം സുനിശ്ചിതാക്കാൻ വേണ്ടിയിട്ടാണ്. ഗണപതിയെ പൂജിക്കാണ്ട് മഹാദേവനാണെങ്കിൽ പോലും യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ജയം കാണില്ല എന്ന് ത്രിപുരദഹനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഓർമ്മയുള്ളതുകൊണ്ട് ഭഗവാന്റെ അനുമതി വെച്ചു. അപ്പം ഭഗവാൻ പറഞ്ഞു, അച്ഛാ ഞാനാണ് പോയി യുദ്ധം ചെയ്യേണ്ടത്, അവിടുന്ന് അനുമതി തന്നാൽ ഞാൻ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അവനെ അഭിനന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, 12 അക്ഷൗഹിണിപ്പടയാണ് ആ കമലാസുരൻ്റെ കയ്യിലുള്ളത്. നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോയിട്ട് നേരിടുക? അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, നീ നമ്മുടെ കൂട്ടത്തു നിന്ന് ഒരു 7 കോടി ഗണങ്ങളെ കൊണ്ടക്കോ, അവരെയും കൂട്ടി പോയിട്ട് നീ യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് തൻ്റെ തൃശൂലത്തെ എടുത്തിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തു. ഗണപതി ഭഗവാൻ അനവധി അസുരന്മാരെ നശിപ്പിച്ച കാര്യം ഭഗവാൻ ഓർത്തു ആ സമയത്ത്. എന്നിട്ട് പറഞ്ഞു, മോനെ നീ മഹാപരാക്രമിയാണ്, നീ എത്രയോ അസുരന്മാരെ വധിച്ചവനാണ് എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു പാഠമാണ് വാസ്തവത്തിൽ. ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ക്രതോ സ്മര കൃതം സ്മര എന്ന് പറയും. നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോഴും നമുക്കൊരു ഉത്സാഹമില്ല, നമ്മളെ കൊണ്ട് പറ്റുമോ, ഇതൊക്കെ നടക്കുമോ, ഞാൻ തോറ്റുപോവോ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം ജപിക്കേണ്ട മന്ത്രാത്രേ ക്രതോ സ്മര കൃതം സ്മര. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, പണ്ട് നീ എത്ര മഹത്തായ കാര്യങ്ങൾ ചെയ്തിരിക്കണു അതിനെ ഓർക്ക്, ഇനിയും എത്ര മഹത്തായ കാര്യങ്ങൾ നിനക്ക് ചെയ്യാണ്ടിരിക്കണു അതിനെയും നീ ഓർക്ക് എന്നാണ്. അങ്ങനെയാണ് അത്ര നമ്മൾ മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഭഗവാനാണ് ആ ഉപനിഷൽ തത്വമാണ് ശരിക്കും ഭഗവാൻ പറഞ്ഞു കൊടുക്കണം ഗണപതിക്ക്. നീ പണ്ട് എത്ര അസുരന്മാരെ കൊന്നിരിക്കണു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇൻസ്പിറേഷൻ വരികയാണ്. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നും. അപ്പോൾ ഭഗവാൻ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്രചോദനം കൊടുത്തിട്ട് അനുഗ്രഹിച്ചിട്ട് മകനെ അയക്കുകയാണ്. എത്രയും പെട്ടെന്ന് അസുരനെ തോൽപ്പിച്ച് തിരിച്ചു വരൂ, എന്നിട്ട് നമുക്ക് യാത്ര തുടരാൻ പറയും. അങ്ങനെ ആ തൃശൂലത്തെ പിടിച്ചിട്ട് ഭഗവാൻ മയൂരത്തിൻ്റെ പുറത്ത് കയറി ആ സൈന്യങ്ങൾ നിൽക്കുന്ന ആ താഴ്വരയിലേക്ക് പറന്നിറങ്ങി. അങ്ങോട്ട് ഇത്രയും ഭൂതഗണങ്ങളോട് കൂടിയിട്ട് ആ താഴ്വരയിൽ ചെന്ന് അതിഭയങ്കരമായിട്ടുള്ളൊരു യുദ്ധം നടന്നു. 2 കൂട്ടരും അവരവർക്ക് അറിവുള്ള സകല ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിച്ചു. ഈ യുദ്ധം കാണാൻ ആകാശത്ത് ദേവന്മാരും പാതാളത്ത് നിന്ന് അസുരന്മാരും ഒക്കെ വന്നു. ഭഗവാനും ഒരു വലിയ പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ആ താഴ്വര കാണാൻ പറ്റണ ഒരു പാകത്തിൽ നിന്നിട്ട് നന്ദിയുടെ പുറത്ത് നിന്നിട്ട് തൻ്റെ മകൻ്റെ പരാക്രമം ആ ആകാശത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് അസുരൻ ഗത്യന്തരമില്ലാണ്ട തൻ്റെ ശരീരത്തിനെ പൂർവാധികം വലുതാക്കി ഭീമാകൃതിയാക്കി. ആ ഭീമാകൃതി സ്വീകരിച്ചപ്പോൾ അതിനനുസരിച്ചിട്ട് ഗണപതി ഭഗവാനും തൻ്റെ ശരീരത്തിനെ വലുതാക്കി. ഇരുപക്ഷത്തിലും ആര് ജയിക്കുമെന്ന് പറയാത്ത വിധത്തിൽ വലുതായിട്ടുള്ളൊരു മഹായുദ്ധം നടന്നു. കമലാസുരൻ്റെ സൈന്യത്തിലെ പല പടയാളികളും കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് ഭഗവാന്റെ നേരെ ചീറിക്കൊണ്ട് വന്നു. അവനെ കണ്ടിട്ട് ഭഗവാൻ മയിൽവാഹനത്തിൽ കയറി
പ്രത്യസ്ത്രം തൊടുക്കാനായിട്ട് വില്ല് കൊലയ്ക്കുമ്പോഴേക്കും ഈ അസുരൻ നാഗാസ്ത്രത്തെ ജപിച്ചിട്ട് ഭഗവാന്റെ നേരെ അയച്ചു. ആ ഒരസ്ത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിഷമുള്ള അതിക്രൂരങ്ങളായിട്ടുള്ള സർപ്പങ്ങൾ ഉത്ഭവിച്ചിട്ട് ഭഗവാന്റെ നേരെ പാഞ്ഞു വന്നു. അനവധി സർപ്പങ്ങൾ ഭഗവാന്റെ സൈന്യത്തിലുള്ള ഭൂതഗണങ്ങളെ ദംശിക്കുകയും അവരെ പലരും വരിഞ്ഞു കെട്ടുകയൊക്കെ ചെയ്തു. ചിലർക്കൊക്കെ നാശം സംഭവിച്ചു. ഭഗവാന്റെ ഗണങ്ങൾ പലരും ഓടിപ്പോയി. എല്ലാ ആൾക്കാരും ആ അസുരൻ്റെ ശക്തിയെ പുകഴ്ത്താൻ തുടങ്ങി. ഈവൻ ദേവന്മാർ പോലും പറഞ്ഞു, എന്തൊരു ഗംഭീരനാണ് ഈ അസുരൻ, അവൻ്റെ കഴിവ് കണ്ടില്ലേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പ്രത്യസ്തരായിട്ട് ഗരുഡൻ്റെ അസ്ത്രം പ്രയോഗിച്ചു, ഗരുഡാസ്ത്രം പ്രയോഗിച്ചു. അനവധി ഗരുഡന്മാർ, ഭീമാകാരങ്ങളായിട്ടുള്ള ചിറകുകളോടുകൂടിയിട്ടുള്ള ഗരുഡന്മാർ ആ സർപ്പങ്ങളെ മുഴുവൻ കൊത്തിക്കീറാൻ തുടങ്ങി. ആ അസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് അനവധി സർപ്പങ്ങൾ കൊല്ലപ്പെട്ടു. ഗരുഡന്മാർ പറന്ന് നടക്കാൻ തുടങ്ങി. ആ താഴ്വരയുടെ മുകളിൽ മുഴുവൻ ഗരുഡന്മാരുടെ പറക്കലാണ്. ഈ സമയത്ത് ഈ ദൈത്യൻ കയ്യിൽ ഒരു വലിയ വാളെടുത്തുകൊണ്ട് ഭഗവാന്റെ നേരെ വെട്ടാനെടുത്തു. ഭഗവാൻ മഴു എടുത്തിട്ട്, സ്വന്തം അച്ഛൻ കൊടുത്തിട്ടുള്ള ആ പരശു, ഗണ്ഡപരശു എടുത്തിട്ട് തിരിച്ചും ഏറ്റു. ഇവനോട് ചെന്ന് ആ വാളും മഴുവും തമ്മിൽ ഏറ്റു. മഴു കൊണ്ട് തരം കിട്ടിയപ്പോൾ അസുരൻ്റെ ഒരു കൈ വെട്ടി. അടുത്ത വീശലിൽ അവൻ്റെ മറ്റേ കൈ വെട്ടിയെന്ന് മാത്രമല്ല ആ വാളിനെയും പല കഷ്ണങ്ങളാക്കി. ആ സമയത്ത് അസുരൻ അസ്ത്രം പ്രയോഗിച്ചിട്ട് യുദ്ധം ചെയ്യാനൊരു ശ്രമം നടത്തി. വായ കൊണ്ട് അമ്പ് കടിച്ചെടുത്തിട്ട് ഭഗവാന്റെ ശരീരത്തിൽ കുത്താൻ നോക്കി. കമലാസുരൻ കുത്താൻ വന്നപ്പോൾ ഭഗവാൻ അവനെ തള്ളിമറിച്ച് ഭൂമിയിലേക്ക് ഇട്ടു. അവൻ അവിടെ കിടന്നിട്ട് രക്തം തുപ്പിക്കൊണ്ട് ഗണപതിയെ നോക്കിയിട്ട് കാർക്കിച്ചു തുപ്പി പരിഹസിച്ചു. നീ വെറും അശു, എന്നെപ്പോലെ ഒരുത്തൻ്റെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് നീ നാശത്തെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അമ്മയുടെ മുല കുടിച്ച് കിടക്കേണ്ടവനാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ ആത്മവീര്യം കെടുത്താൻ ശ്രമിച്ചു. അസുരൻ്റെ ആ പരാക്രമം കണ്ടിട്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ അവൻ്റെ മുന്നിലേക്ക് ചാടി വീണ് അവനെ വീണ്ടും ഭൂമിയിലേക്ക് ആഞ്ഞു പിടിച്ച് അടിക്കാൻ ശ്രമിക്കുന്ന നിമിഷത്തിൽ അവൻ കൊതറി ചാടിയിട്ട് മായാവിദ്യ കൊണ്ട് പുതുതായിട്ട് 2 കൈകൾ മുളപ്പിച്ചു. എവിടുന്നോ സംഘടിപ്പിച്ച വില്ലെടുത്ത് അനവധി അസ്ത്രങ്ങൾ ഭഗവാന്റെ നേരെ ചൊരിഞ്ഞു. ഭഗവാൻ തിരിച്ചും. അവൻ്റെ പരാക്രമവും മായാവിദ്യയും കണ്ടിട്ട് ഭഗവാന് തന്നെ അവനോട് സ്നേഹവും ബഹുമാനവും തോന്നി. ഈശ്വരന്മാർക്ക് അങ്ങനെയാണ്, എതിരിട്ട് നിൽക്കുന്നവരോടും ബഹുമാനം തോന്നും. രാമന് രാവണനോടും കൃഷ്ണന് താൻ എതിരിട്ടിട്ടുള്ള എല്ലാവരോടും തോന്നിയിട്ടുണ്ടത്. അതേപോലെ തന്നെ ഗണപതി ഭഗവാൻ ഇവിടെ അവൻ്റെ ആ പരാക്രമത്തിനെ ബഹുമാനിച്ചു. എന്നിട്ട് ആ അസുരനെ അനുഗ്രഹിക്കണം എന്ന് തന്നെ കരുതിയിട്ട് തൻ്റെ യഥാർത്ഥ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. 10 ദിക്കിലും ഭഗവാൻ തൻ്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു. കമലാസുരൻ എവിടെയൊക്കെ നോക്കിയോ അവിടെയൊക്കെ ഭഗവാനെ കണ്ടു. നമ്മൾ നമസ്തേ വിശ്വഭാവന എന്ന് പറയും അല്ലേ ഭഗവാന്റെ ഉപചാര മന്ത്രത്തിൽ, ഗുരുവായൂരപ്പൻ്റെ ആ അർത്ഥം തന്നെയാണ്. ബ്രഹ്മത്തിൻ്റെ സ്വരൂപം അതാണ്. എല്ലായിടത്തും ഭഗവാനെ കാണാൻ പറ്റുക എന്നുള്ളതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. ആ വിശ്വരൂപത്തെ കാണിച്ചു കൊടുത്തു. അത് കണ്ട് വിസ്മയിച്ചിട്ട് കണ്ണടച്ചപ്പോൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലും ഭഗവാനെ കണ്ടു. അവൻ ഒരസുരന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത് അല്ലേ. അങ്ങനെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലും കണ്ടു. പക്ഷെ അവനത് ഭയം ഉണ്ടാക്കിയത്. ചിലപ്പോഴങ്ങനെയാണ്, ചില സാധനങ്ങളിൽ നമുക്ക് സാക്ഷാത്കാരം കിട്ടിയാലും ഭയം ഉണ്ടാവുക. നമ്മളപ്പോൾ സാക്ഷാത്കാരം നിർത്താനാണ് ശ്രമിക്കുക. ഇവൻ ഭയന്നിട്ട് ഓടാൻ പോയി. അപ്പോൾ ഭഗവാൻ വെല്ലുവിളിച്ചു, ഞാൻ എൻ്റെ രൂപം കാണിച്ചു തന്നപ്പോഴേക്കും നീ പേടിച്ചോടാ, എന്നോട് യുദ്ധം ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വീണ്ടും അതിഘോരമായിട്ടുള്ളൊരു വാള് കൈക്കലാക്കിയിട്ട് ആ ഭഗവാന്റെ നേരെ ചാടി. അത്യുഗ്രമായിട്ടുള്ളൊരു അന്തിമയുദ്ധം നടന്നു അവിടെ. ആ അന്തിമയുദ്ധത്തിൻ്റെ അവസാനത്തിൽ ഭഗവാൻ തൃശൂലം കൊണ്ട് അവനെ പല കഷ്ണങ്ങളാക്കി കുത്തിപ്പൊളിച്ചിട്ടു. പടക്കളത്തിൽ ദേവന്മാരും മഹർഷിമാരും ഭഗവാന്റെ അപദാനങ്ങളെ വാഴ്ത്തി. ഒടുവിൽ അതേ സ്ഥാനത്ത് വിശ്വകർമാവ് ഗണപതി ഭഗവാന് ഉചിതമായിട്ടുള്ളൊരു മന്ദിരം നിർമ്മിച്ചു. മയൂരേശ്വരം എന്നുള്ള പേരിൽ ആ നഗരം പ്രസിദ്ധമായി. അവിടെ ശിവനും പാർവതിയും സന്നിധാനം ചെയ്തു എന്ന് പറയുന്ന അവിടെ ഈ മയിലാടുതുറയിലെ മയൂരത്തിലെ ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തിനെയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര.